അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ബഹുമാന്യ സഹോദരങ്ങളെ, സഹോദരിമാരെ, സർവലോകരക്ഷിതാവും നിയന്താവുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളുമൊക്കെ കൃത്യമായി പാലിച്ച് ജീവിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ അറിവുകൾ നേടാനും ആ അറിവനുസരിച്ച് ജീവിതത്തെ സംസ്കരിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും ഒക്കെയുള്ള തൗഫീഖ് നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇവിടെ അബ്ദുറൌഫ് സൂചിപ്പിച്ചതുപോലെ ദജ്ജാലിൻ്റെ ഫിത്നയും ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ ആഗമനവും എന്ന ഈ ഒരു വിഷയം, ഇത് കേട്ടു പോകേണ്ട ഒരു വിഷയമേ അല്ല. ഇത് നമ്മൾ പഠിക്കേണ്ട വിഷയമാണ്, കുറിച്ച് വെക്കേണ്ട വിഷയമാണ്. കാരണം പല അറിവുകളും ഈ ഒരു വിഷയത്തെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കും. അപ്പം അതുകൊണ്ട് കയ്യിൽ പെന്നും പേപ്പറും കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കാവശ്യമുള്ളത് എന്ന് തോന്നുന്നത് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചാൽ മറ്റുള്ളവർക്ക് കൂടി ഈ ഒരു വിഷയം പലരും നമ്മളോട് ചോദിക്കുമ്പോൾ നമുക്കത് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. ഈ ഒരു വിഷയം ഹദീസ് ഗ്രന്ഥങ്ങൾ വഴി നമ്മൾ പരിശോധിച്ചാൽ പ്രമുഖരായ സ്വഹാബികളും സ്വഹാബി വനിതകളും അടക്കം ഏതാണ്ട് 40-ലേറെ സ്വഹാബികൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ വിഷയം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 1-2 സ്വഹാബികളല്ല, ഏതെങ്കിലും ഹദീസ് ഗ്രന്ഥങ്ങളിൽ മാത്രം വന്ന വിഷയമല്ല, മറിച്ച് നിരവധി ഹദീസ് ഗ്രന്ഥങ്ങളിൽ പ്രമുഖരായ 40-ലേറെ സ്വഹാബികൾ, അതും പ്രധാനപ്പെട്ട സ്വഹാബികൾ, അവരിൽ നിന്നെല്ലാം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് മസീഹുദ് ദജ്ജാൽ എന്നത്. മസീഹുദ് ദജ്ജാലുമായി ബന്ധപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസുകൾ അധികവും മുത്തവാത്തിറായ ഹദീസുകളാണ്. മുത്തവാത്തിറായ ഹദീസ് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം സഹാബികൾ, നടുത്ത കൂട്ടം എന്ന നിലയ്ക്ക് ഓരോ പരമ്പരയിലും അത്രയേറെ ആളുകൾ കേട്ട വിഷയമാണ് ഇത്. അതിൽ ദീർഘമായ ഒരു റിപ്പോർട്ട്, നിവേദനം വന്നിട്ടുള്ളത് അബൂ ഉമാമത്തുൽ ബാഹിലി എന്ന് പറയുന്ന സ്വഹാബിയിൽ നിന്നാണ്. അതുപോലെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയിൽ നിന്ന്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹയിൽ നിന്ന്, അങ്ങനെ തുടങ്ങി ഒരുപാട് സ്വഹാബികളിൽ നിന്ന് ദജ്ജാലിൻ്റെ ഫിത്നയുമായി ബന്ധപ്പെട്ട പല ഭാഗങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ അബൂ ഉമാമത്തുൽ ബാഹിലി റളിയല്ലാഹു അൻഹു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉദ്ധരിക്കുന്ന ദജ്ജാലുമായി ബന്ധപ്പെട്ട അവൻ്റെ രൂപം, അവൻ്റെ അവസ്ഥകൾ, അവൻ്റെ ഫിത്നകൾ തുടങ്ങിയ ദീർഘമായ ഒരു റിപ്പോർട്ട് ഇബ്നു മാജയിലും അബൂ ദാവൂദിലും ഒക്കെ കാണാം. ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹ്മഹുല്ലാഹ് തൻ്റെ സ്വഹീഹുൽ ജാമിഇൽ ആ ഹദീസ് എടുത്ത് ചേർത്തിട്ടുമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൽ അതിൻ്റെ ആരംഭം തന്നെ ഇങ്ങനെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ഇന്നഹാ ലം തകുൻ ഫിത്നത്തുൻ അലാ വജ്ഹിൽ അർളി മുൻദു അല്ലാഹു ദുരിയത ആദം അഅലമ മിൻ ഫിത്നത്തി ദജ്ജാൽ. ഈ ഭൂമുഖത്ത് അള്ളാഹു ആദം സന്തതികളെ സൃഷ്ടിച്ച അന്ന് മുതൽ ദജ്ജാൽ എന്ന് പറയുന്ന ഒരു ഫിത്ന ഉണ്ടല്ലോ, അതിനേക്കാൾ വലിയ ഒരു ഫിത്ന ഈ ഭൂമുഖത്ത് ഉണ്ടായിട്ടേയില്ല.
ഉണ്ടാകാനേ ഇല്ല എന്ന് പറയാണ്. അപ്പം ഈ ലോകത്ത് ഒരു വിശ്വാസിക്ക് അല്ലെങ്കിൽ മനുഷ്യർക്ക് നേരിടേണ്ടി വരുന്ന ഏറ്റവും വലിയ ഫിത്ന, പരീക്ഷണം എന്ന് പറയുന്നത് അത് ദജ്ജാലാണ് എന്ന് ഒരു തർക്കവുമില്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമല്ല ദജ്ജാലിനെ പറ്റിയുള്ള മുന്നറിയിപ്പ് അവരുടെ ജനതയ്ക്ക് കൊടുത്തിട്ടുള്ളത്. മറിച്ച് നൂഹ് നബി അലൈഹിസ്സലാം മുതലുള്ള എല്ലാ നബിമാരും ദജ്ജാലിനെ പറ്റി മുന്നറിയിപ്പ് നൽകാത്ത ഒരു നബി പോലും കഴിഞ്ഞു പോയിട്ടില്ല എന്നാണ്. തൗഹീദ് പറയാത്ത ഒരു നബി പോലും വന്നിട്ടില്ല എന്ന് പറഞ്ഞ പോലെ ദജ്ജാലിനെ പറ്റി പറയാത്ത, മുന്നറിയിപ്പ് കൊടുക്കാത്ത ഒരു നബി പോലും കഴിഞ്ഞു പോയിട്ടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പക്ഷേ മുൻകഴിഞ്ഞ നബിമാരും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ദജ്ജാലിനെ പറ്റി വിശദീകരിച്ച് പറഞ്ഞത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ്. അതൊരു വ്യത്യാസമാണ്. എന്നിട്ട് പ്രവാചകൻ പറയുന്നുണ്ട്, വഹുവ ഖാരിജുൻ ഫീക്കും ലാ മഹാലത്ത, അവൻ നിങ്ങളിലേക്ക് വരുമെന്നതും അവൻ പുറപ്പെടുമെന്നതും ഉറപ്പാണ്. ഒരു സംശയം അതിൽ വേണ്ട. ലാ മഹാലത്ത എന്ന് പറഞ്ഞാൽ ഒരു സംശയവും ഒരു പടപ്പിനും ആ വിഷയത്തിൽ വേണ്ട എന്ന് പറയാം. അത്ര കൃത്യമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയം പറഞ്ഞു കൊടുക്കുന്നത്. എന്നാൽ ദജ്ജാൽ എന്ന് പറയുന്നത് അത് പെരുങ്കള്ളന്മാരായ ആളുകളെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ഒരു ആലങ്കാരികമായ പ്രയോഗമാണ് എന്ന് വാദിക്കുന്ന ആളുകൾ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ആ വാദം പിഴച്ച വാദമാണ്. ആ വാദത്തിന് പ്രമാണങ്ങളുടെ പിൻബലമില്ല. അവർ ദജ്ജാൽ എന്ന് പറഞ്ഞാൽ പെരുങ്കള്ളന്മാരായ ആളുകളെ പറ്റി ആണ് അങ്ങനെ പറഞ്ഞതെന്ന് പറയാനുള്ള കാരണം ഒരു ഹദീസാണ്. ആ ഹദീസ് ഇങ്ങനെയാണ്: ബൈന യദൈ സാഅതി ഖരീബും മിൻ 30 ദജ്ജാലീന, ഖിയാമത്ത് നാൾ വരുന്നതിൻ്റെ മുമ്പ് 30ഓളം ദജ്ജാലുകൾ വരും. 30ഓളം ദജ്ജാലുകൾ അന്ത്യദിനത്തിന് മുമ്പ് കടന്നു വരും. കദ്ദാബീന, വെറും കള്ളം പറയുന്ന ആളല്ല, പെരുങ്കള്ളന്മാരായിരിക്കും. കുല്ലുഹും യഖൂൽ അന നബിയുൻ അന നബിയുൻ. ഈ വരുന്ന പെരുങ്കള്ളന്മാരെല്ലാം വാദിക്കുന്നത് ഞാൻ നബിയാണ്, ഞാൻ നബിയാണ് എന്നായിരിക്കും. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ റിപ്പോർട്ടുകളിൽ എവിടെയും മസീഹു ദജ്ജാൽ എന്ന ഒരു പ്രയോഗമില്ല. മസീഹു ദജ്ജാൽ എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയത് കുറേ കള്ളന്മാരെ പറ്റിയല്ല, ഒരു വ്യക്തിയെ സംബന്ധിച്ചാണ്. അതുകൊണ്ട് തന്നെ അഹ്ലുസുന്നത്തി വൽ ജമാഅ മസീഹു ദജ്ജാൽ എന്ന് പറഞ്ഞാൽ ഒരു ആലങ്കാരിക പ്രയോഗമാണ് എന്ന വാദത്തെ, വിശ്വാസത്തെ പൂർണ്ണമായും നിഷേധിക്കുകയും നിരാകരിക്കുകയും ചെയ്യുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, എനിക്ക് ശേഷം ഒരു കാലം വരും, അന്നാണ് ദജ്ജാൽ പുറപ്പെടുക എന്നല്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും സ്വഹാബത്തും ജീവിച്ചിരിക്കുന്ന അന്ന് തന്നെ പ്രവാചകൻ ദജ്ജാലിനെ പ്രതീക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്, ഫഇൻ യഖ്റുജ് വഅന ബൈന അളുഹുരിക്കും ഫഅന ഹജീജുൻ ലികുല്ലി മുസ്ലിമിൻ. ഞാൻ ജീവിച്ചിരിക്കെ എൻ്റെ മുന്നിലായിട്ടാണ് അവൻ വരുന്നത് എങ്കിൽ നിങ്ങൾക്ക് വേണ്ടി, എല്ലാ മുസ്ലിങ്ങൾക്ക് വേണ്ടിയും ഞാൻ അവനെ പ്രതിരോധിക്കും, ഞാൻ അവനെ തടയും. കണ്ടോ? അപ്പോൾ ആ പ്രയോഗത്തിൽ നിന്ന് എന്ത് മനസ്സിലായി? അന്ന് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദജ്ജാലിനെ പ്രതീക്ഷിച്ചിട്ടുണ്ട്. വഇൻ യഖ്റുജ് മിൻ ബഅദി, എന്നിട്ട് റസൂലുള്ളാഹി പറയാണ്, എനിക്ക് ശേഷമാണ് ഇനി അവൻ പുറപ്പെടുന്നത് എങ്കിൽ ഫകുല്ലുൻ ഹജീജുൻ നഫ്സിഹി, ഓരോരുത്തരും അവനവന് സാധിക്കുന്ന രൂപത്തിൽ അവനെ പ്രതിരോധിച്ചു കൊള്ളട്ടെ. വല്ലാഹു ഖലീഫത്തി അലാ കുല്ലി മുസ്ലിമിൻ, എനിക്ക് ശേഷം എല്ലാവർക്കും, എല്ലാ വിശ്വാസികൾക്കും അള്ളാഹു സഹായിയായി തീരുന്നതുമാണ് എന്ന് പറഞ്ഞു.
അപ്പോൾ റസൂൽ അന്ന് തൊട്ട് ദജ്ജാലിൻ്റെ പുറപ്പെടലിനെ പ്രതീക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഹദീസിൽ അങ്ങനെ ഒരു പ്രയോഗം വന്നത്. ഇനി ഏത് സാഹചര്യത്തിലാണ് ദജ്ജാൽ പുറപ്പെടുക, ഇതൊക്കെ റസൂലുള്ള പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഏത് സാഹചര്യത്തിലാണ് ദജ്ജാൽ പുറപ്പെടുക? പ്രവാചകൻ പറയാണ്, അവനെ പറ്റി മിമ്പറിൽ വെച്ച് പറയപ്പെടാത്തൊരു കാലമുണ്ട്. മിമ്പറിൽ ഇങ്ങനൊരു വിഷയമേ പറയൂല. ആളുകൾക്കിടയിൽ ദജ്ജാലിനെ പറ്റിയുള്ള ചർച്ചയെ ഉണ്ടാവുകയില്ല. മാത്രമല്ല, ആളുകൾ ദജ്ജാലിനെ പറ്റിയുള്ള ഫിത്ന, ആ വിഷയത്തെ ആളുകൾ പൂർണ്ണമായും വിസ്മരിക്കും, ആളുകൾ മറന്നുപോകും. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ആര് വരിക? ദജ്ജാൽ കടന്നു വരാന്ന്. ആരങ്ങനെ ഒരു വിഷയമേ സംസാരിക്കൂല. ആ ഒരു സാഹചര്യത്തിലാണ് ദജ്ജാൽ കടന്നു വരാന്നാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാണ്, യഖ്റുജു ദജ്ജാലു ഫീ ഖഫ്കത്തിൻ മിനദ്ദീൻ. ദീൻ ചുരുങ്ങുന്ന ഒരു കാലം, ദീനിനാരും വില കൽപ്പിക്കാത്ത ഒരു കാലം, ദീനിനെ പറ്റി കാര്യമായ ബോധമില്ലാത്ത ഒരു കാലം. ആ സമയത്ത് വിശ്വാസമൊക്കെ അങ്ങേയറ്റം എന്താ പറയുക, നുരുമ്പിപ്പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് അവൻ കടന്നു വരിക. വഇദ്ബാരിൻ മിനൽ ഇൽമ്, അറിവ് നീങ്ങിപ്പോവുകയും ചെയ്യുന്ന, ശരിയായ അറിവൊന്നും ആർക്കുമില്ല, ഒരു വിവരമില്ലാത്ത ഒരു കാലഘട്ടം. അങ്ങനെ ഒരു സമയത്താണ് ദജ്ജാൽ പ്രത്യക്ഷപ്പെടുക എന്ന് ഇമാം അഹ്മദ് റഹ്മഹുല്ലാ തൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും. ഇനി ദജ്ജാൽ പുറപ്പെടുന്നത് എവിടെ നിന്നാണ്? ഒരു സ്ഥലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ടോ? ഉണ്ട് എന്നാണ് ഹദീസിൽ കാണുന്നത്. ഒരു ഹദീസാണ് ഈ വിഷയത്തിലുള്ള, അദ്ദജ്ജാലു യഖ്റുജു മിൻ അർളിൻ ബിൽ മശ്രിഖ്. കിഴക്ക് ഭാഗത്ത് നിന്നാണ് ദജ്ജാൽ പുറപ്പെടുക. എവിടുന്ന? കിഴക്ക് ഭാഗത്ത് നിന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന എവിടുന്ന? മദീനയിൽ വെച്ചിട്ടാണ്. കിഴക്ക്, കൈ ചൂണ്ടി, കിഴക്ക് ഭാഗത്ത് നിന്നാണ് ദജ്ജാൽ പുറപ്പെടുക. എന്നിട്ട് ആ സ്ഥലം പറഞ്ഞു. ഇമാം തുർമുദി ഉദ്ധരിക്കുന്നത് കാണാം, യുക്കാലു ലഹാ ഖുറാസാൻ. ഖുറാസാൻ എന്ന് പേരുള്ള സ്ഥലത്ത് നിന്നാണ് അവൻ പുറപ്പെടുക. ഇത് ഇറാനിലെ വലിയൊരു പ്രദേശമാണ്. വലിയൊരു പ്രദേശം. പഴയ ഖുറാസാൻ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പല രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വലിയൊരു ഏരിയക്കാണ് ഖുറാസാൻ എന്ന് പറയാം. അപ്പോൾ ഖുറാസാനിൽ നിന്നാണ് ദജ്ജാൽ പുറപ്പെട്ട് വരിക എന്നാണ്. വേറൊരു റിപ്പോർട്ടിലുള്ളത്, وعن أنس رضي الله عنه قال قال رسول الله صلى الله عليه وسلم. അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, റസൂലുള്ളാഹി പറയാണ്, യഖ്റുജു ദജ്ജാലു മിൻ യഹൂദിയ അസ്ബഹാൻ മഅഹു 70,000 മിനൽ യഹൂദ്. ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന ഹദീസാണ്. അതായത് ദജ്ജാൽ പുറപ്പെടുന്നത് യഹൂദികളിൽ നിന്നാണ്. അസ്ബഹാൻ എന്ന പ്രദേശത്തെ യഹൂദികൾക്കിടയിൽ നിന്നാണ് ദജ്ജാൽ പുറപ്പെടുക. അവൻ്റെ കൂടെ അവനെ സപ്പോർട്ട് ചെയ്യാൻ 70,000 ജൂതന്മാർ കൂടെയുണ്ടാകുന്ന. അപ്പം ഈ ഹദീസിൽ അസ്ബഹാൻ എന്ന് പറഞ്ഞു. ആദ്യം പറഞ്ഞ ഹദീസിൽ ഖുറാസാൻ എന്ന് പറഞ്ഞു. ഈ അസ്ബഹാൻ എന്ന് പറയുന്ന സ്ഥലം, അതിന് അസ്ഫഹാൻ എന്നും പേരുണ്ട്. ഈ രണ്ട് പേരിൽ അത് അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയം, ഒരു ഹദീസിൽ ഖുറാസാൻ എന്ന് പറയുകയും വേറൊരു ഹദീസിൽ അസ്ബഹാൻ എന്ന് പറയുകയും ചെയ്തു എന്നുള്ളതാണ്. ഈ വിഷയത്തെ ജംഅ് ചെയ്തുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞത്, ഖുറാസാൻ എന്ന് പറയുന്നത് വലിയൊരു ഏരിയയാണ്. അതിൽ അസ്ബഹാൻ എന്ന് പറയുന്നത് ആ ഖുറാസാൻ എന്ന പ്രദേശത്തിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു പ്രദേശമാണ് എന്നുള്ളതാണ്. ഇന്ന് വടക്കൻ തെഹ്റാൻ, അതായത് ഇറാനിൻ്റെ തലസ്ഥാനമായ തെഹ്റാൻ, അതിൻ്റെ വടക്കൻ പ്രദേശം, ജുനൂബ് തെഹ്റാൻ എന്ന് പറയും, അവിടെ നിന്ന് ഏതാണ്ട് 340 കിലോമീറ്റർ അകലെയാണ് ഈ അസ്ബഹാൻ എന്ന് പറയുന്ന പ്രദേശം. ആ അസ്ബഹാൻ എന്ന പ്രദേശത്ത് ഏതാണ്ട് ഇപ്പോൾ 3 മില്യണിലധികം ആളുകൾ താമസിക്കുന്നുണ്ട്. അതായത് 31 ലക്ഷത്തോളം ആളുകൾ താമസിക്കുന്ന ഒരു വലിയ പട്ടണമാണ് ഈ അസ്ബഹാൻ എന്ന് പറയുന്ന പ്രദേശം. അത് മാത്രമല്ല, ആ ഒരു പ്രദേശത്തെ ജൂതന്മാരുടെ വസ്ത്രധാരണത്തിൻ്റെ പ്രത്യേകതയായി പറയുന്നത് അലൈഹിം അത്വയാലിസത്ത എന്നാണ്. അലൈഹിം അത്വയാലിസത്ത. അതായത് ചില വീഡിയോകളിലൊക്കെ ശ്രദ്ധിച്ചിരുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ
ഈ വിഷയത്തിലുള്ള ഓരോ പദപ്രയോഗവും കൃത്യമാണെന്നാണ്. കാരണം ഇന്ന് ഇസ്രായേലിലെ ജൂതന്മാർ ധരിക്കുന്ന അവരുടെ വസ്ത്രധാരണ രീതിയല്ല ദജ്ജാൽ പുറപ്പെടുമെന്ന് പറഞ്ഞ അസ്ബഹാൻ എന്ന് പറയുന്ന പ്രദേശത്തെ അവിടെ ഇപ്പോഴും താമസിക്കുന്ന ജൂതന്മാരുടെ വസ്ത്രമെന്നാണ്. കാരണം അവർ സ്വീകരിച്ചിരിക്കുന്നത് അവർക്കൊരു മേൽവസ്ത്രമുണ്ട്. ആ ഒരു മേൽവസ്ത്രത്തിനാണ് അത്വയാലിസ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതായത് ഷാള് അല്ലെങ്കിൽ ഇങ്ങനെ മേലെ വസ്ത്രം ധരിച്ചുകൊണ്ടുള്ള ഒന്ന്. അപ്പോൾ ഇത് സത്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഹദീസിലെ പ്രയോഗവും ഇന്ന് ആ പ്രദേശത്ത് ജീവിക്കുന്ന ജൂതന്മാർ, ഏറ്റവും കൂടുതൽ ജൂതന്മാർ താമസിക്കുന്ന ഒരു ഇടം കൂടിയാണ് അസ്ബഹാൻ എന്ന് പറഞ്ഞ ഇറാനിലെ പ്രദേശം. അപ്പം അതൊക്കെ സത്യത്തിൽ ഓരോ പദപ്രയോഗം പോലും അത്ഭുതമാണ് എന്നാണ്. അതേപോലെ മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഒരു റിപ്പോർട്ടിൽ ഇതുകൂടി കാണാം. യകൂനു മഅഹു 70,000 മിനൽ യഹൂദ്, അവൻ്റെ കൂടെ 70,000 ജൂതന്മാരുണ്ടാകും. അല കുല്ലി റജുലിൻ മിൻഹും സാജുൻ വസൈഫുൻ മുഹല്ല, അവരിൽ ഓരോ പുരുഷന്റെ അടുത്തും ഓരോരുത്തർക്കും ഒരു പ്രത്യേകമായ വസ്ത്രധാരണവും അതുപോലെ തന്നെ ഊരിപ്പിടിച്ച അലങ്കരിച്ച ഒരുതരം വാളുകളും അവരുടെ കയ്യിലുണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇതുപോലെ നമുക്കറിയാം മസീഹു ദജ്ജാൽ, അതുപോലെ തന്നെ ഈസാ നബി അലൈഹിസ്സലാമിനെ പറ്റിയും എന്ത് പറഞ്ഞിട്ടുണ്ട്? മസീഹ് എന്നുള്ള പ്രയോഗമുണ്ട്. എന്തുകൊണ്ടാണ് മസീഹ് എന്ന പ്രയോഗം ദജ്ജാലിന് വരാൻ കാരണം എന്ന ചർച്ച വിശാലമായിട്ടുണ്ട്. അതിൽ പണ്ഡിതന്മാർ എത്തിച്ചേർന്ന പ്രധാനമായ 2 അഭിപ്രായങ്ങളിൽ ഒന്ന്, അവൻ്റെ ഒരു കണ്ണ് തുടച്ചു നീക്കപ്പെട്ടിരിക്കുന്ന, ഒന്നേ കാണുള്ളൂ, ഒന്ന് തുടച്ചു നീക്കപ്പെട്ട മംസൂഹായ നിലയിലായിരിക്കും. അതുകൊണ്ടാണ് അവന് മസീഹ് എന്ന പേര് വന്നതെന്നാണ്. മറ്റൊന്ന്, ചുരുങ്ങിയ കാലം കൊണ്ട് ഭൂമി മുഴുവൻ അവൻ സഞ്ചരിച്ചിട്ട് നാടുകൾ മുഴുവൻ കുട്ടിച്ചോറാക്കും, അവിടെ മുഴുവൻ ഫിത്നയും ഫസാദും ഉണ്ടാക്കും. അതുകൊണ്ടാണ് അവന് മസീഹ് എന്ന് പേര് വരാൻ ഉള്ള കാരണമായി രണ്ടാമതൊന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക. ഇനി നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് അറിയേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയം, ഈ മസീഹു ദജ്ജാൽ വരാനിരിക്കുന്ന, ജനിക്കാനിരിക്കുന്ന ഒരു വ്യക്തിയാണോ, അതല്ല അവൻ ഇന്നും ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ളതാണ്. ഈ വിഷയത്തിലാണ് ശ്രദ്ധേയമായ ഒരു ഹദീസ് വന്നിരിക്കുന്നത്. പ്രമുഖ സഹാബി വനിതയായ ഫാത്തിമ ബിന്ത് ഖൈസ്, ഉമ്മു ശരീക എന്നറിയപ്പെടുന്ന ഫാത്തിമ ബിന്ത് ഖൈസ് റളിയല്ലാഹു അൻഹ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉദ്ധരിക്കുന്ന ദീർഘമായ ഒരു റിപ്പോർട്ട്. സ്വഹീഹ് മുസ്ലിമിൽ അത് വന്നിരിക്കുന്നത് 2942 നമ്പർ ഹദീസായിട്ടാണ്. അപ്പം അതിൽ പറയുന്നത്, ക്രിസ്ത്യാനിയായിരുന്ന, ക്രൈസ്തവ വിശ്വാസിയായിരുന്ന തമീമുദ്ദാരി എന്ന വ്യക്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് ഇസ്ലാം സ്വീകരിച്ചു. അദ്ദേഹം ഫലസ്തീനിയായിരുന്നു. ഈ തമീമുദ്ദാരി എന്ന് പറയുന്ന ആൾ ഫലസ്തീനിയായിരുന്നു. അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് ഇസ്ലാമിനെ പറ്റി പഠിക്കുകയും ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. അതിനുശേഷം തമീമുദ്ദാരി റളിയല്ലാഹു അൻഹ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു യാത്രയിലെ സംഭവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വിവരിച്ചു കൊടുക്കുകയാണ്. ഇത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് ആളുകളോട് വരാൻ വേണ്ടിയിട്ട് വിളിച്ചു പറയുകയാണ്. അങ്ങനെ എല്ലാവരും പള്ളിയിലേക്കെത്തി. ആ കൂട്ടത്തിൽ ഫാത്തിമ ബിന്ത് ഖൈസ് റളിയല്ലാഹു അൻഹയും ഉണ്ടായിരുന്നു. അവർ പറയാണ്, ഞാനും പള്ളിയിലേക്ക് പുറപ്പെട്ടു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നിസ്കരിച്ചു. ഞാൻ നമസ്കരിച്ചത് പുരുഷന്മാരുടെ സ്വഫുകളുടെ പിന്നിലായിട്ടായിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം കഴിഞ്ഞപ്പോൾ പ്രവാചകൻ മിമ്പറിലേക്ക് കയറി ചെറുതായി ഒന്ന് ചിരിച്ചു. ആ സമയത്ത് നടന്ന ഓരോ ചലനങ്ങളും പദങ്ങളും ഫാത്തിമ ബിന്ത് ഖൈസ് റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളോട് പറഞ്ഞു, നിങ്ങൾ എഴുന്നേറ്റ് പോകരുത്, നിങ്ങൾ ആ ഇരുന്നിടത്ത് തന്നെ ഇരിക്കുക.
എന്നിട്ട് നബി ചോദിക്കുകയാണ്, ഞാൻ എന്തിനാണ് നിങ്ങളെ പള്ളിയിലേക്ക് വിളിച്ചു കൂട്ടിയെന്നറിയുമോ? സ്വഹാബത്ത് പറഞ്ഞു, അള്ളയും റസൂലുമാണ് ആ കാര്യത്തെപ്പറ്റി ഏറ്റവും കൂടുതൽ അറിയുന്നവൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കതിനെപ്പറ്റി അറിയില്ല നബിയെ എന്ന് പറഞ്ഞു. അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലാഹി, എന്തെങ്കിലും ഒരു കാര്യം ഭയപ്പെട്ടത് കൊണ്ടോ, കാരണം നബി എന്തെങ്കിലും ഒരു കാര്യം ഭയപ്പെടുമ്പോൾ ആളുകളെ വിളിച്ചുകൂട്ടി പറയായിരുന്നു, എന്തെങ്കിലും ഒരു കാര്യം ഭയപ്പെട്ടത് കൊണ്ടോ എന്തെങ്കിലും ഒന്ന് നേടാൻ ആഗ്രഹിച്ചത് കൊണ്ടോ അല്ല ഞാനിപ്പോൾ നിങ്ങളെ വിളിച്ചു കൂട്ടിയത്. മറിച്ച് ഞാൻ നിങ്ങളെ ഈ സമയത്ത് ഈ പള്ളിയിലേക്ക് നിങ്ങളെയൊക്കെ വിളിച്ചു കൂട്ടാൻ കാരണം ഒരു വ്യക്തിയാണ്, തമീമുദ്ദാരി എന്ന വ്യക്തി. അദ്ദേഹം ക്രിസ്ത്യാനിയായിരുന്നു. അദ്ദേഹം ഇവിടെ നമ്മുടെ അടുത്ത് വന്നു. എന്നിട്ട് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. എൻ്റെ കൈ പിടിച്ച് അദ്ദേഹം പ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മസീഹുദ് ദജ്ജാലിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് ആയ വിവരവുമായി ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ യോജിച്ചു വന്നിരിക്കുന്നു. അതെന്നെ അത്ഭുതപ്പെടുത്തിയിരിക്കുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, തമീമുദ്ദാരി എനിക്ക് വിവരിച്ചു തന്ന കാര്യം ഇങ്ങനെയാണ്. സ്വഹീഹ് മുസ്ലിമിൽ ഉദ്ധരിക്കപ്പെട്ടുള്ള ആ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് വിവരിച്ചു കൊടുക്കുകയാണ്. അതായത് ലഖ്മ്, ജുസാം എന്നീ ഗോത്രങ്ങളിൽപ്പെട്ട 30 ആളുകളുടെ കൂടെ ഞാൻ കപ്പലിൽ കയറി. അങ്ങനെ കപ്പലിൽ കയറിയതിന് ശേഷം കടൽ വല്ലാതെ പ്രക്ഷുബ്ധമായി. അങ്ങനെ തിരമാലകൾ ഞങ്ങളെയുമായിട്ട് ഏതാണ്ട് 1 മാസം ഇങ്ങനെ ഇളകിക്കൊണ്ടിരുന്നു. ഒരു വല്ലാത്ത അവസ്ഥയിലായിരുന്നു ഏതാണ്ട് 1 മാസം ഞങ്ങൾ ഉണ്ടായിരുന്നത്. പിന്നീട് സൂര്യാസ്തമയ സമയത്ത് കടലിലെ ഒരു ദ്വീപ് ഞങ്ങൾ കാണുകയും തിരമാലകൾ ആ ദ്വീപിൻ്റെ അടുത്തേക്ക് ഞങ്ങളെ എത്തിക്കുകയും ചെയ്തു. അങ്ങനെ ചെറിയ തോണികളിലായിട്ട് ഞങ്ങൾ ആ ദ്വീപിലേക്ക് പ്രവേശിച്ചു. അവിടെ ഞങ്ങൾ ചെല്ലുമ്പോൾ ധാരാളം രോമമുള്ള ഒരു പരുപരുത്ത ജീവിയെ അവിടെ കണ്ടുമുട്ടി. അപ്പോൾ ആ ജീവിയുടെ തലഭാഗത്ത് രോമം ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നതിനാൽ അതിൻ്റെ മുൻഭാഗമേതാണ് പിൻഭാഗമേതാണ് എന്ന് പോലും ഞങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിച്ചിരുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു, നിനക്ക് നാശം. ആ കയറി ചെന്ന ആളുകൾ പറയുകയാണ്, നീ ആരാണ്, നീ എന്താണ് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ലയോ ജനങ്ങളെ, അവിടെ മഠത്തിലിരിക്കുന്ന ഈ ഒരു മനുഷ്യനുണ്ട്, ആ മനുഷ്യൻ്റെ അടുത്തേക്ക് നിങ്ങൾ പോവുക. അവന് നിങ്ങളുടെ വാർത്തകൾ അറിയാൻ ആകാംക്ഷയുണ്ട്. ഈ വരുന്നവരാകട്ടെ ഇത് കണ്ട് അത്ഭുതപ്പെട്ട് ഇവിടുത്തെ വാർത്തകൾ അറിയാൻ നിൽക്കുകയാണ്. അപ്പോൾ ഈ വ്യക്തി പറഞ്ഞു, തലയുടെ ഭാഗത്തെല്ലാം ഒരുപാട് രോമങ്ങൾ തേങ്ങി നിറഞ്ഞിരിക്കുന്ന ഈ വ്യക്തി പറഞ്ഞു, നിങ്ങളിൽ നിന്ന് ചില വിവരങ്ങൾ അറിയാൻ അവിടെ ആ മഠത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന ആൾക്ക് വല്ലാത്ത ആകാംക്ഷയുണ്ട്. അപ്പോൾ തമീമുദ്ദാരി പറയാണ്, അതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തന്നപ്പോൾ, അതായത് അങ്ങനെ ഒരാളുള്ളിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ സത്യത്തിൽ പേടിച്ചത് അത് പിശാച് ആയേക്കുമോ എന്നായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ മഠത്തിൻ്റെ ഉള്ളിലേക്ക് വളരെ വേഗത്തിൽ കടന്നു ചെന്നു. അപ്പോൾ അവിടെ ഞങ്ങൾ കാണുന്ന രംഗം ഇതാണ്. അതിൽ ഇരുമ്പ് ചങ്ങലകൾ കൊണ്ട് 2 പിരടികളിലേക്കും 2 കാൽമുട്ടുകൾ നെരിയാണിയിലേക്കും ബന്ധിപ്പിക്കപ്പെട്ട നിലയിൽ ഒരു മനുഷ്യൻ ആ അവസ്ഥയിൽ അവിടെ അങ്ങനെ കിടക്കുന്നു. ആ മനുഷ്യനെ ഞങ്ങൾ കാണാണ്. അപ്പോൾ വീണ്ടും ഇവർ ചോദിക്കുകയാണ്, ഈ പോയ സംഘം ചോദിക്കുകയാണ്, നിനക്ക് നാശം, നീ ആരാണ്? അപ്പോൾ അത് സംസാരിക്കാൻ തുടങ്ങിയെന്നാണ്. അപ്പോൾ അത് പറഞ്ഞു, എനിക്ക് ആവശ്യമുള്ള ചില വാർത്തകൾ നൽകാൻ നിങ്ങൾക്ക് സാധിച്ചേക്കും. അതിനാൽ നിങ്ങൾ ആരാണെന്ന് എനിക്കാദ്യം പറഞ്ഞു തരൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ അറബികളിൽപ്പെട്ട ആളുകളാണ്. കടൽ യാത്രയ്ക്ക് വേണ്ടി ഒരു കപ്പൽ കയറി ഞങ്ങൾ വന്നതാണ്. എന്നാൽ യാദൃശ്ചികമായി കടൽ ക്ഷോഭിക്കുകയും ഞങ്ങളെ തിരമാലകൾ ഇവിടെ എത്തിക്കുകയും ചെയ്തു എന്നീ വന്ന ആളുകൾ എന്ത് ചെയ്തു? ആ വ്യക്തിയോട് പറഞ്ഞു, മറുപടി കൊടുത്തു. അങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ വിശദീകരിച്ചു കഴിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു, ധാരാളം രോമങ്ങളുള്ള ഒരു ജീവിയെ എന്നാണ് പറഞ്ഞു, ഒരു ജീവിയെ ഞങ്ങളിപ്പോൾ കണ്ടുമുട്ടി. രോമാവൃതമായത് കാരണം അതിൻ്റെ മുൻഭാഗം ഏതാണ് പിൻഭാഗം ഏതാണ് എന്ന് പോലും ഞങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അപ്പോൾ ചോദിച്ചു, നീ എന്താണ്, നീ ആരാണ്? അപ്പോൾ പറയണേ, ഞാനാണ് ജസ്സാസ. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, ഈ സംഘം ചോദിക്കുകയാണ്, ആരാണ്, എന്താണ് ജസ്സാസ? അപ്പോൾ അത് പറയുന്നു,
ആ സത്രത്തിലിരിക്കുന്ന മനുഷ്യൻ്റെ അടുക്കലേക്ക് പോവുകയും നിങ്ങൾ വാർത്തകൾ അറിയാൻ, നിങ്ങളുടെ വാർത്തകൾ അറിയാൻ അത് ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് എന്ന്. അങ്ങനെയാണ് നിന്റെ അടുത്തേക്ക് ധൃതിപ്പെട്ട് ഞങ്ങൾ വന്നിരിക്കുന്നത് എന്ന്. അപ്പോൾ അവർ പറഞ്ഞു, നീ ഒരു പിശാചായേക്കുമോ എന്ന് പോലും ഞങ്ങൾ ഭയപ്പെട്ടു. അപ്പം ആ ജീവി, അതായത് ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട ആ ജീവി, ആ മനുഷ്യജീവി അവരോട് ചോദിക്കുകയാണ് ചില ചോദ്യങ്ങൾ. അതിലൊന്നാമത്തെ ചോദ്യം ഇതായിരുന്നു, ബൈസാനിലുള്ള ഈത്തപ്പനകളെ പറ്റി നിങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തരിക. എന്നിട്ട് അവൻ ചോദിച്ചു, അതിലെ ഈത്തപ്പനകൾ ഇപ്പോഴും കായ്ക്കുന്നുണ്ടോ? അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, അതെ, അത് ഇപ്പോഴും കായ്ക്കുന്നുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞു, എങ്കിൽ അത് കായ്ക്കുന്നത് നിൽക്കാറായിട്ടുണ്ട്. വീണ്ടും അവൻ ചോദിക്കുകയാണ്, തൊബിരിയ തടാകത്തെ പറ്റി നിങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തരിക, അതിൽ വെള്ളമുണ്ടോ? അപ്പോൾ അവർ പറഞ്ഞു, അതിൽ നിറയെ വെള്ളമുണ്ട്. അപ്പോൾ അവൻ പറയുകയാണ്, എങ്കിൽ ആ തൊബിരിയ തടാകം അടുത്ത് തന്നെ വറ്റിപ്പോകുന്നതാണ്. അദ്ദേഹം അവരോട് പറയാണ്, ആ തൊബിരിയ തടാകം അധികം വൈകാതെ തന്നെ വറ്റിപ്പോകുന്നതാണ്. പിന്നീട് അവൻ ചോദിക്കുന്നത് സുഅർ എന്ന് പേരുള്ള അരുവിയെക്കുറിച്ചാണ്. അതിനെപ്പറ്റി നിങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തരുമോ? അപ്പോൾ അവർ ചോദിച്ചു, ഈ സുഅർ എന്ന അരുവിയെപ്പറ്റി നിനക്കെന്താണ് അറിയേണ്ടത്? അപ്പോൾ അവൻ പറഞ്ഞു, ആ അരുവിയിലെ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് അവിടെയുള്ള ആളുകൾ കൃഷി ചെയ്യുന്നുണ്ടോ ഇപ്പോഴും? അപ്പോൾ ഞങ്ങൾ അവനോട് പറഞ്ഞു, ഉണ്ട്, അതിൽ ധാരാളം വെള്ളമുണ്ട്. ആ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് അവിടെയുള്ള ആളുകൾ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നുമുണ്ട്. അപ്പോൾ വീണ്ടും അവൻ ചോദിക്കുകയാണ്, ആ ചോദ്യങ്ങൾ ഇങ്ങനെ വീണ്ടും വരികയാണ്. അക്ഷരജ്ഞാനമില്ലാത്ത ഒരു പ്രവാചകൻ, ആ പ്രവാചകൻ അവിടെ വന്നപ്പോൾ അവിടെയുള്ള ആളുകൾ അദ്ദേഹത്തെ എന്താണ് ചെയ്തത് എന്ന് നിങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തരിക. അപ്പോൾ അവർ പറഞ്ഞു, അദ്ദേഹത്തെ അവിടെ ജീവിക്കാൻ അനുവദിക്കാതെ അവർ അവരെ ആട്ടിയോടിച്ചു. അദ്ദേഹം മദീനയിലേക്ക് പലായനം ചെയ്യുകയും ചെയ്തു. അപ്പോൾ വീണ്ടും ചോദിക്കുന്നുണ്ട്, അവർ ചോദിച്ചു, അറബികൾ അദ്ദേഹത്തോട് യുദ്ധം ചെയ്തുവോ? അറബികൾ ആ പ്രവാചകനോട് യുദ്ധം ചെയ്തുവോ? അപ്പോൾ ഇവർ പറഞ്ഞു, അതെ, അവർ യുദ്ധം ചെയ്തിട്ടുണ്ട്. ശേഷം അദ്ദേഹം പറയണം, എങ്കിൽ അവരുടെ മേൽ അദ്ദേഹം അടുത്ത് തന്നെ വിജയം നേടുന്നതായിരിക്കും. ആ മനുഷ്യനെ അവർ അനുസരിക്കുകയായിരുന്നെങ്കിൽ അതായിരുന്നു ആ നാട്ടുകാർക്ക് ഏറ്റവും ഉത്തമമായി തീരുക എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വീണ്ടും അദ്ദേഹം ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കുകയാണ്. അതിനുശേഷം അദ്ദേഹം പറയാണ്, സ്വന്തം പരിചയപ്പെടുത്താണ്. ഈ വിഷയം തമീമുദ്ദാരി റളിയല്ലാഹു അൻഹയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വിശദീകരിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് അദ്ദേഹം ഇത്രയും ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ഇനി ഞാൻ ആരാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഞാനാണ് മസീഹ്. ഏറെ താമസിക്കാതെ എനിക്ക് പുറത്തേക്ക് വരാനുള്ള അനുമതി അള്ളാഹു എനിക്ക് നൽകും. അപ്പോൾ ഞാൻ പുറത്തു വരികയും ഞാൻ ഭൂമിയിലൂടെ സഞ്ചരിക്കുകയും ചെയ്യും. ഞാൻ ഒരു ഗ്രാമവും ഒഴിവാക്കാതെ 40 രാത്രി ചെലവഴിക്കും. 40 രാത്രി വെച്ചാൽ 40 ദിവസമാണ് അതിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്. മക്കയിലും ത്വയ്ബയിലും ഒഴികെ അവിടെ എനിക്ക് പ്രവേശിക്കാൻ പറ്റില്ല. ആ 2 സ്ഥലങ്ങളും എനിക്ക് നിഷിദ്ധമാണ്. ആ 2 ഇടങ്ങളിൽ എവിടെയെങ്കിലും ഞാൻ പ്രവേശിക്കാൻ ചെന്നാൽ മലക്കുകൾ ഊരിപ്പിടിച്ച വാളുമായി എന്നെ എതിരേൽക്കും, അഥവാ എന്നെ ഓടിക്കും. ഇത് ജസ്സാസ പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ വടി മിമ്പറിൽ അടിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അവൻ പറഞ്ഞ ത്വയ്ബ ഇതാണ് എന്ന് പറഞ്ഞ സംഭവം കുറച്ചുകൂടി അങ്ങോട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കൈ ചൂണ്ടിയിട്ട് കിഴക്കു ഭാഗത്തേക്ക് ചൂണ്ടിയിട്ട് പറയുന്നുണ്ട്, അവൻ പുറപ്പെടുന്നത് കിഴക്കു ഭാഗത്ത് നിന്നായിരിക്കും എന്നിങ്ങനെ 3 തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? ആവർത്തിച്ചു പറഞ്ഞു. ഇത് ദീർഘമായ ഒരു സംഭവമാണ്. ഇത് തമീമുദ്ദാരി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വിവരിച്ചു കൊടുക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേട്ട് അത്ഭുതപ്പെടുകയാണ്. എന്നിട്ട് ഈ സംഭവം റിപ്പോർട്ട് ചെയ്ത ഫാത്തിമ ബിൻത് ഖൈസ് റളിയല്ലാഹു അൻഹ പറയുന്നത്,
നബി അന്നു പറഞ്ഞ ഓരോ പദങ്ങളും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, മനഃപ്പാടമാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഈ സംഭവം വിശദീകരിച്ചു കൊടുക്കുന്നത്. അപ്പം ഈ ഭൂമുഖത്തൊരു വിശ്വാസിക്ക് നേരിടേണ്ടി വരുന്ന ഏറ്റവും വലിയ ഫിത്ന എന്ന നിലയ്ക്ക്, അതുകൊണ്ടാണ് നമുക്കറിയാം 5 നേരത്തെ നമസ്കാരങ്ങളിൽ തശഹുദിൽ നമ്മൾ ഇരിക്കുമ്പോൾ ആ തശഹുദിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് ശരണം തേടാൻ പറഞ്ഞ ഫിത്നകളുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബി ജഹന്നം, അതിലൊന്ന് നരകശിക്ഷയാണ്. വമിൻ അദാബിൽ ഖബർ, മറ്റൊന്ന് ഖബർ ശിക്ഷയാണ്. വമിൻ ഫിത്നത്തിൽ മഹ്യ, ജീവിതത്തിൽ ഉടനീളം നമുക്ക് നേരിടേണ്ടി വരുന്ന ഫിത്നകളിൽ നിന്ന്. വമിൻ ഫിത്നത്തിൽ മഹ്യ വൽ മമാത്ത്, നാലാമത്തത് മരണവേളയിൽ നേരിടേണ്ടി വരുന്ന പരീക്ഷണങ്ങളിൽ നിന്ന്. 5-ാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ? വമിൻ ഫിത്നത്തിൽ മസീഹ് ദജ്ജാൽ. ഒരു ദിവസം നമ്മൾ ഏറ്റവും ചുരുങ്ങിയത് 5 തവണ അവൻ്റെ ഫിത്നകളിൽ നിന്ന് അള്ളാഹുവിനോട് നമ്മൾ കാവൽ തേടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്രമാത്രം ഒരു തശഹുദിൽ പോലും നിങ്ങൾ അങ്ങനെ ദുആ ചെയ്യണമെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അത്ര വലിയ ഫിത്നയായതുകൊണ്ടാണ് ആ നിലയ്ക്ക് ദുആ ചെയ്യാൻ പറഞ്ഞത്. ഇനി പ്രവാചകൻ പറയാണ്, അവൻ എത്ര കാലമാണ് ഭൂമിയിൽ വസിക്കുക? ഒരു റിപ്പോർട്ടിലുള്ളത് 40 വർഷമെന്നാണ്. വേറെ റിപ്പോർട്ടുകളിൽ ഏറെയുമുള്ളത് 40 ദിവസമെന്നാണ്. ഇത് രണ്ടും ചേർത്തുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞത് ഏറ്റവും പ്രബലമായ അഭിപ്രായം എത്രയാ? 40 ദിവസം എന്നതാണ്. ഫലഹു 40 ലൈല, അവന് 40 ദിവസമാണ് ഭൂമിയിൽ അള്ളാഹു അനുവദിക്കുക. യസീഹുഹാ ഫിൽ അർളി, അവൻ ഭൂമിയിലൂടെ സഞ്ചരിക്കുന്നത് 40 ദിവസമാണ്. അൽ യൗമു മിൻഹ, അതിലൊരു ദിവസം ഏതുപോലെയാ? അതിലൊരു ദിവസം കസ്സനത്തി, ഒരു വർഷം പോലെയായിരിക്കും. ആദ്യത്തെ ദിവസം ഒരു വർഷം പോലെ, അത്രയും ദൈർഘ്യം ഉണ്ടാകും എന്നാണ്. ഇന്ന് നമുക്കറിയാമല്ലോ, ധ്രുവ പ്രദേശങ്ങളുടെ ദൈർഘ്യം നമുക്കറിയാമല്ലോ. വൽ യൗമു മിൻഹ കശ്ശഹരി, അവൻ വന്നു കഴിഞ്ഞാൽ 2-ാമത്തെ ദിവസം ഒരു മാസത്തിൻ്റെ ദൈർഘ്യം ഉണ്ടാകും. വൽ യൗമു മിൻഹ കൽ ജുമഅത്തി, അതിൻ്റെ അടുത്ത ദിവസം ഒരാഴ്ചയുടെ ദൈർഘ്യമുണ്ടാകും. സുമ്മ സായിറു അയ്യാമിഹി കഅയ്യാമികും ഹാദാ, ബാക്കിയുള്ള 37 ദിവസങ്ങളും ഇന്ന് നിങ്ങൾ എണ്ണുന്നത് പോലെയുള്ള 24 മണിക്കൂറുകളിലൂടെ കടന്നു പോകും എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് അതിൻ്റെ ചേർത്ത് ഉടനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലഹു ഹിമാറുൻ യർക്കബുഹു, അവൻ യാത്ര ചെയ്യുന്ന ഒരു കഴുത അവനുണ്ടാകും. അവൻ യാത്ര ചെയ്യുന്ന ഒരു കഴുത അവൻ്റെ കൂടെ ഉണ്ടാകും. അവൻ്റെ ആ കഴുതയുടെ 2 ചെവികൾക്കിടയിലുള്ള ദൂരം, 2 ചെവി, ഒരു കഴുത നമുക്കറിയാമല്ലോ, ആ കഴുതയുടെ 2 ചെവിക്കിടയിലുള്ള ദൂരം എത്ര ഉണ്ടാവും? അല്ലേ? എത്ര ഉണ്ടാവുള്ളൂ. പക്ഷേ ദജ്ജാൽ സഞ്ചരിക്കുന്ന ആ കഴുതയുടെ ഇടയിലുള്ള ദൂരം എന്ന് പറയുന്നത് 40 മുഴമുണ്ടാകുന്ന. ഇതിൽ ഓരോന്നും അത്ഭുതമാണ്. 40 മുഴം എന്ന് പറയുമ്പോൾ ഇതാണ് ഒരു മുഴം എന്ന് പറയുന്നത്, 40 മുഴമുണ്ടാകുന്നതാണ്. അപ്പം അത്രയും വലിയൊരു കഴുതയുടെ പുറത്തേറിയിട്ടാണ് ദജ്ജാൽ സഞ്ചരിക്കുക എന്നാണ്. അപ്പോൾ തന്നെ ആ ദജ്ജാലിൻ്റെ വലിപ്പം നമുക്ക് ഏകദേശം ഊഹിക്കാൻ പറ്റും, എത്ര ഭീമാകാരമായ ശരീരമുള്ള ഒരു വ്യക്തിയായിരിക്കും അത് എന്ന്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വർഷം പോലെ ദൈർഘ്യമുള്ള ഒരു ദിവസമുണ്ടാകുമെന്നും ഒരു മാസം പോലെ ദൈർഘ്യമുള്ള ദിവസമുണ്ടാകുമെന്നും ഒക്കെ പറഞ്ഞപ്പോൾ സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് അറഅയ്തൽ യൗമല്ലദീ കസ്സനതി അതക്ഫീനാ ഫീ സ്വലാത്തി യൗം, ഇത്രയും ദൈർഘ്യമുള്ള ഒരു ദിവസമാണെങ്കിൽ ഈ 5 വഖത്ത് മാത്രം മതിയോ? 5 വഖത്ത് മാത്രം നിസ്കരിച്ചാൽ മതിയാകുമോ എന്ന് ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ വലാകിൻ ഇഖ്ദിറു ലഹു, പറ്റൂല, നിങ്ങൾ സമയത്തെ വിഭജിച്ചുകൊണ്ട് നമസ്കരിക്കണം. 5 വഖത്ത് പോരാ, സമയം കണക്കാക്കി നിങ്ങൾ നമസ്കരിക്കണം എന്ന് പറഞ്ഞു. ഖുൽനാ യാ റസൂലല്ലാഹ്, അപ്പോൾ സഹാബത്ത് വീണ്ടും ചോദിക്കുകയാണ്, നബിയേ ഫമാ സുർഅതുഹു ഫിൽ അർളി, ഈ ദജ്ജാൽ ഭൂമിയിലൂടെ സഞ്ചരിക്കുന്ന വേഗത എത്രയായിരിക്കും?
ദജ്ജാലിന് വേഗത ഉണ്ടാകുമെന്ന് പറഞ്ഞല്ലോ. ഈ ദജ്ജാൽ ഭൂമിയിലൂടെ സഞ്ചരിക്കുന്ന വേഗത എത്രയായിരിക്കുമെന്ന് സ്വഹാബത്ത് ചോദിച്ചു. കാരണം സ്വഹാബത്തിന് വല്ലാത്ത ആകാംക്ഷയായി വിഷയം. അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കൽ ഗൈസി ഇസ്തദ്റബതുഹു അർരീഹു. അതായത് മഴയെ തള്ളിക്കൊണ്ടുപോകുന്ന ശക്തമായ കാറ്റുണ്ടല്ലോ, കാർമേഘങ്ങളെ ശക്തമായി തള്ളിക്കൊണ്ടുപോകുന്ന കാറ്റ്, ആ കാറ്റിന് അതിവേഗതയാണ്, ഭയങ്കര സ്പീഡാണ്. അത്രയും പവർഫുള്ളായ കാറ്റാണ് മഴമേഘങ്ങളെ തള്ളിക്കൊണ്ടുപോവുക. അത്രയും വേഗതയിലായിരിക്കും ഭൂമിയിലൂടെ ദജ്ജാൽ സഞ്ചരിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവൻ്റെ രൂപം പറഞ്ഞു കൊടുക്കുകയാണ്. കാരണം ഒരു വിശ്വാസിക്ക് അവൻ ഭൂമിയിലേക്ക് വരുമ്പോൾ, പ്രത്യക്ഷപ്പെടുമ്പോൾ അതിൻ്റെ രൂപം മനസ്സിലാകണമല്ലോ. അപ്പം നബി പറഞ്ഞു, യാ ഇബാദ്, അല്ലാഹുവിൻ്റെ ദാസന്മാരെ എന്നാദ്യം വിളിച്ചു. എന്നിട്ട് യാ അയ്യുഹന്നാസ്, മനുഷ്യരെ എന്ന് സംബോധന ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഫത്ബുതു, നിങ്ങൾ ഉറച്ചു നിൽക്കണം, ദജ്ജാൽ വരുമ്പോൾ ഉറച്ചു നിൽക്കണം. ഫഇന്നി സഅസിഫുഹു ലക്കും സിഫതൻ ലം യുസഫിഹാ ഇയ്യാഹു ഖബ്ലി നബിയ്യുൻ. അവൻ്റെ വിശേഷണങ്ങൾ ഓരോന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒരു നബി പോലും അങ്ങനെ അവരുടെ ജനതയ്ക്ക് വിശേഷണങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടില്ല. എന്നിട്ട് ആദ്യമായി അവൻ്റെ രൂപം പറഞ്ഞത് വഇന്നഹു അഅവർ, അവൻ ഒറ്റക്കണ്ണനാണ്, അവൻ ഒറ്റക്കണ്ണനാണ്. എന്നിട്ട് പറഞ്ഞു വഇന്ന റബ്ബക്കും ലൈസ ബിഅവർ, ഒരിക്കലും നിങ്ങളുടെ റബ്ബ് ഒറ്റക്കണ്ണനല്ല, അവൻ ഒറ്റക്കണ്ണനാണ്. വഇന്നഹു മക്തൂബുൻ ബൈന ഐനൈഹി കാഫിറുൻ, അവൻ്റെ രണ്ട് കണ്ണുകൾക്കിടയിൽ, കാരണം ഒരു കണ്ണ് കാണില്ല, തുടച്ചു നീക്കപ്പെട്ട അവസ്ഥയിലാണ്, അവൻ്റെ രണ്ട് കണ്ണുകൾക്കിടയിൽ എഴുതിയിട്ടുണ്ടാകും എന്ത്? കാഫിർ എന്നെഴുതിയിട്ടുണ്ടാകും. യഖ്റഉഹു കുല്ലു മുഅ്മിനിൻ, എല്ലാ മുഅ്മിനുകൾക്കും അത് വായിക്കാൻ പറ്റും അവൻ്റെ മുഖത്ത് നോക്കിയിട്ട്. കാത്തിബുൻ ഔ ഗൈറു കാത്തിബിൻ, ആർക്കൊക്കെ എഴുത്തും വായനയും അറിയുന്നവനും അത് വായിക്കാൻ പറ്റും. എഴുത്തും വായനയും സ്കൂളിലൊന്നും പോയിട്ടില്ല, ഒരക്ഷരം പോലും പഠിച്ചിട്ടില്ലാത്തവൻ പോലും അവൻ്റെ മുഖത്ത് നോക്കി കാഫിർ എന്ന് വായിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വേറെ റിപ്പോർട്ടിലുള്ളത് മക്തൂബുൻ ബൈന യദൈഹി കഫറ എന്നാണ്. അവൻ്റെ രണ്ട് കണ്ണുകൾക്ക് ഇടയിൽ എഴുതി വച്ചിരിക്കുന്നത് എന്താ? കഫറ എന്നാണ്. കഫറ എന്നായിരിക്കും എഴുതി വച്ചിരിക്കുന്നത് എന്നും റിപ്പോർട്ടിൽ കാണാം. അബ്ദുല്ലാഹിബിന് അംർ റളിയല്ലാഹു അൻഹു പ്രവാചകൻ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, കഅന്ന ഐനുഹു ഇനബത്തുൻ താഫിയത്തുൻ, അതായത് അവൻ്റെ ഒരു കണ്ണ്, ഒരു ഹദീസിൽ ഇടത് എന്നും മറ്റൊന്നിൽ വലത് എന്നും ഒക്കെയുണ്ട്, ഒരു കണ്ണ് തുറിച്ച് നിൽക്കുന്ന മുന്തിരി, കറുത്ത മുന്തിരി പോലെ തുറിച്ച് നിൽക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വേറെ റിപ്പോർട്ടിലുള്ളത് ഇന്ന ദജ്ജാല അഅവറുൽ ഐൻ അശ്ശിമാൽ അലൈഹാ ലഫ്റത്തുൻ ഗലീദത്തുൻ, അവൻ്റെ ഒരു കണ്ണ്, പ്രത്യേകിച്ച് ഇടത് കണ്ണ്, ആ ഇടത് കണ്ണ് ഒരു തരം മാംസക്കഷണം വന്നിട്ട്, ഒരു തടിച്ച മാംസക്കഷണം വന്നിട്ട് മൂടി നിൽക്കുന്ന അവസ്ഥയിലായിരിക്കും അവൻ്റെ ഒരു കണ്ണുണ്ടാവുക എന്നും അവൻ്റെ സിഫത്തായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മറ്റൊരു ഹദീസിൽ വന്നത് റജുലുൻ കസീറുൻ അഫ്ജഹ് എന്നാണ്. അവൻ്റെ നടത്തം കാലുകൾ അകത്തി വച്ചായിരിക്കും. അവന് ശരീരവലിപ്പം കൂടുതലുണ്ടെങ്കിലും നീളം കുറവായിരിക്കും എന്ന് കാണാം. അതുപോലെ തന്നെ അവൻ്റെ മുടി ചുരുണ്ട മുടിയായിരിക്കും. ഇതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളതാണ്. നവാസ് ബിൻ സംആൻ അൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു, ആ സ്വഹാബി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സ്വഹീഹ് മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസിൽ കാണാം, ഇന്നഹു ഷാബുൻ, അവനൊരു ചെറുപ്പക്കാരനാണ്, പ്രായം ചെന്നവനല്ല, അവനൊരു യുവാവാണ്. ഖത്വത്തുൻ ഐനുഹു ത്വാഫിഅത്തുൻ കഅന്നി ഉശബ്ബിഹു ബിഅബ്ദിൽ ഉസ്സ ബിൻ ഖത്വൻ. വിശ്വാസം പറയാണ്, അബ്ദുൽ ഉസ്സ ബിൻ ഖത്വൻ എന്ന വ്യക്തിയുടെ രൂപസാദൃശ്യമുള്ള ചുരുണ്ട മുടിയുള്ള മനുഷ്യനായിരിക്കും ദജ്ജാൽ എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഇതവൻ്റെ വരവുണ്ടാകുമ്പോൾ അത് മനസ്സിലാക്കാനുള്ള അടയാളമായിട്ട് പറഞ്ഞു കൊടുത്താണ്. ഇനി അവൻ്റെ ഫിത്നകളെ പറ്റി പറയുന്ന ഹദീസുകൾ കാണാം.
എന്താണ് അവൻ ആദ്യം വാദിക്കുക എന്താണെന്നറിയോ? ഇന്നഹു യബ്ദഉ ഫയഖൂലു അന നബിയ്യുൻ. അവൻ ആദ്യം ഭൂമുഖത്ത് വന്നിട്ട് പറയുക ഞാൻ ആരാന്നാ, ഞാൻ നബിയാണെന്ന്. അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചേർത്ത് പറയുകയാണ് ലാ നബിയ ബഅദി, എനിക്ക് ശേഷം ഒരു നബി വരികയേ ഇല്ല. അത് മിർസയായാലും ആരാ, എനിക്ക് ശേഷം ഒരു നബി വരികയേ ഇല്ല. പിന്നെ ആ നബിവാദം കഴിഞ്ഞിട്ട് അടുത്ത വാദത്തിലേക്ക് അവൻ കടക്കുന്ന ആ വാദം എന്താ? റബ്ബാണെന്ന് വാദിക്കും. ഞാനാണ് ഈ ലോകത്തിൻ്റെ റബ്ബെന്ന് വാദിക്കും. സുമ്മ യുസ്ന ഫയഖൂൽ അന റബ്ബുക്കും, ഞാൻ നിങ്ങളുടെ റബ്ബാണ് എന്നവൻ പറയും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഫലാ തറൗന റബ്ബക്കും ഹത്താ തമൂതു, നിങ്ങൾക്ക് മരണം കഴിഞ്ഞിട്ടല്ലാതെ ഒരിക്കലും നിങ്ങളുടെ റബ്ബിനെ കാണാൻ പറ്റില്ല. നിങ്ങളുടെ റബ്ബിനെ ഈ ദുനിയാവിൽ വെച്ച് ഒരിക്കലും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. എൻ്റെ പ്രവാചകൻ പറയാണ് വഇന്ന ഫിത്നതിഹി വഇന്ന മിൻ ഫിത്നതിഹി അന്ന മഅഹു ജന്നതൻ വനാറൻ, അവൻ്റെ ഫിത്നകളിൽപ്പെട്ടതാണ് എന്ത്? ജന്നയും നാറും, സ്വർഗവും നരകവും. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു ഫനാറുഹു ജന്ന, അവൻ്റെ കയ്യിലുള്ള സ്വർഗമുണ്ടല്ലോ, എന്താ പറഞ്ഞത്? അന്ന മഅഹു ജന്ന വനാറൻ ഫനാറുഹു ജന്ന, അവൻ്റെ അടുത്തുള്ള നരകം എന്നവൻ പറഞ്ഞ് കാണിക്കുന്നത് സത്യത്തിൽ സ്വർഗമായിരിക്കും. വജന്നതുഹു നാറുൻ, അവൻ സ്വർഗമാണെന്ന് പറഞ്ഞ് ക്ഷണിക്കുന്നത് എന്തായിരിക്കും? നരകവുമായിരിക്കും. ഫമനി ബുതുലിയ ബിനാരിഹി, അവൻ്റെ നരകം കൊണ്ടൊരാൾ പരീക്ഷിക്കപ്പെട്ടാൽ ഫൽയസ്തഗീസ് ബില്ലാഹ്, അവൻ അള്ളാഹുവിനോട് സഹായം തേടിക്കൊള്ളട്ടെ. ചേർത്ത് നബി പറഞ്ഞു ഫൽയഖ്റ ഫവാത്തിഹൽ കഹഫ്, ആ ഫിത്ന അവൻ കൺമുമ്പിൽ കാണുമ്പോൾ സൂറത്തുൽ കഹഫിൻ്റെ ആദ്യ ഭാഗം അവൻ പാരായണം ചെയ്തു കൊള്ളട്ടെ. വേറെ റിപ്പോർട്ടിലുള്ളത് ഫൽയഖ്റ ആഖിറ സൂറത്തുൽ കഹഫ്, അവൻ സൂറത്തുൽ കഹഫിൻ്റെ അവസാന ഭാഗം ദജ്ജാലിനെ കൺമുമ്പിൽ കാണുമ്പോൾ പാരായണം ചെയ്തു കൊള്ളട്ടെ. ഇങ്ങനെ പാരായണം ചെയ്താൽ എന്ത് സംഭവിക്കും? തസ്വീറു അലൈഹിൻ നാറു ബർദൻ, അവൻ നരകമായി മുമ്പിൽ കാണിക്കുന്ന ആ തീ അവന് തണുപ്പായി മാറും. വസലാമൻ, അവനത് രക്ഷയായി മാറും. ഏതുപോലെ? കമാ കാനത്തിൻ നാറു അലാ ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് തീ തണുപ്പായി മാറിയതുപോലെ വിശ്വാസികൾക്ക് സൂറത്തുൽ കഹഫിൻ്റെ ആയത്തുകൾ തണുപ്പായി മാറും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്. മഹാനായ സ്വഹാബി അബൂ സഈദിൽ ഖുദരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഹദീസിൽ കാണാം. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ സ്വർഗവും നരകവും ഉണ്ടാന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ സ്വർഗവും നരകവും എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, മരണശേഷമുള്ള ഒരു രോഗമാണ്. പക്ഷേ വേറെ റിപ്പോർട്ടിൽ വന്നത് മഅഹു മിസ്ലുൽ ജന്നത്തി വ മിസ്ലുൻ നാർ, ആ ഒരു പ്രയോഗം നമുക്ക് കുറച്ചുകൂടി ഉൾക്കൊള്ളാൻ പറ്റും. അതെന്താ? അവൻ്റെ അടുത്ത് സ്വർഗവും നരകവും പോലെയുള്ളതുണ്ടാകും. അപ്പോൾ സ്വർഗമല്ല നരകമല്ല, സ്വർഗവും നരകവും പോലെയുള്ളതുണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേറെ റിപ്പോർട്ടിലൂടെ പറയുന്നുണ്ട്. അറിയപ്പെട്ട ഒരു സ്വഹാബിയുണ്ട് ഹുദൈഫത്ത് ബിനുൽ യമാൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൽ നിന്നുള്ള റിപ്പോർട്ടിൽ ഇമാം ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി റഹ്മഹുല്ലാഹ് സ്വഹീഹുൽ ജാമിയിൽ ചേർത്തുള്ള ഒരു ഹദീസിൽ കാണാം മഅഹു നഹ്റാനി, അവൻ്റെ കൂടെ 2 പുഴയുണ്ടാകും. അതിൻ്റെ പൂർണ്ണമായ അധികാരം, നിയന്ത്രണം അവൻ്റെ അടുത്തായിരിക്കും. യജിരിയാനി, അതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അഹദുഹുമാ റഅയൽ ഐനി മാഉൻ അബിയദ്, അതിലൊരു പുഴയിലൂടെ ഒഴുകുന്നത് തെളിഞ്ഞ വെള്ള നിറമുള്ള വെളുത്ത വെള്ളമാണ്. വൽ ആഖറു റഅയൽ ഐനി നാറുൻ തഅജ്ജജ്, മറ്റൊന്ന് നിന്റെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ മറ്റൊരു നദി കത്തിക്കൊണ്ടിരിക്കുന്ന തീയായിട്ട് നിനക്ക് തോന്നും. നിങ്ങൾ ആരെങ്കിലും ആ നദിയുടെ അടുത്തെത്തിയാൽ തീയായി തോന്നുന്ന ആ പുഴയുടെ അടുത്തേക്ക് നിങ്ങൾ എത്തുക, അവിടെ നിന്ന് നിങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളം കിട്ടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അങ്ങനെ അവൻ്റെ ഫിത്ന ആരംഭിക്കുകയാണ്. ഒരു അഅറാബി അവൻ്റെ മുമ്പിലേക്ക് വരുന്നു. ആ അഅറാബിയോട് ദജ്ജാൽ ചോദിക്കുന്ന ചില ചോദ്യമുണ്ട്. റസൂലുള്ള പറഞ്ഞത് വഇന്ന മിൻ ഫിത്നതിഹി എന്ന് പറഞ്ഞാൽ അവൻ്റെ വലിയ ഫിത്നയിൽപ്പെട്ടതാണ്.
അൻ യഖൂല ലിൽ അഅറാബി, ഒരു അഅറാബിയെ മുമ്പ് കാണാൻ. ആ അഅറാബിയോട് ചോദിക്കും, അറഅയ്ത, നിനക്കെന്തു പറയാനുണ്ട്, ഇൻ ബഅസ്തു ലക അബാക വ ഉമ്മക, നിന്റെ മരിച്ചുപോയ വാപ്പയെയും ഉമ്മയെയും ഞാൻ ഉയർത്തെഴുന്നേൽപ്പിച്ച് കാണിച്ചു തരാം. എന്നിട്ട് പറഞ്ഞു, ഇത് അള്ളാഹുവിന് കൊടുക്കുന്ന കഴിവിൽപ്പെട്ട കേട്ടോ, അല്ലാണ്ട് അള്ളാഹിൻ്റെ കഴിവ് തട്ടിയെടുത്തൊന്നുമല്ല. നിന്റെ ഉമ്മയെയും വാപ്പയെയും ഞാൻ ജീവിപ്പിച്ചു തരാം, എങ്കിൽ അത്തഷ്ഹദു അന്നി റബ്ബുക്ക്, അത് കണ്ടാൽ ഞാൻ നിന്റെ റബ്ബാണെന്ന് നീ സമ്മതിക്കുമോ, അതിന് നീ സാക്ഷി പറയുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, ഫയഖൂലു നഅം, ഉറപ്പാണ്, എൻ്റെ ഉമ്മയെയും ബാപ്പയെയും ജീവിപ്പിച്ച് കാണിച്ചാൽ ഞാൻ എന്ത് ചെയ്യും, നീ റബ്ബാണെന്ന് അംഗീകരിക്കും. ഫയതമസ്സലു ലഹു ശൈത്വാനാനി ഫീ സൂറത്തി അബീഹി വ ഉമ്മിഹി, അപ്പോൾ അവൻ്റെ ഉമ്മയുടെയും ബാപ്പയുടെയും രൂപത്തിൽ അവനെ സഹായിക്കുന്ന രണ്ട് പിശാചുക്കൾ രൂപം മാറി വരും. എന്നിട്ട് ആ പിശാചുക്കൾ, ഉമ്മയുടെയും ബാപ്പയുടെയും രൂപത്തിൽ വന്ന പിശാചുക്കൾ ഈ അറാബിയായ മകനോട് പറയും, യാ ബുനയ്യ, എൻ്റെ പ്രിയപ്പെട്ട മോനെ, ഇത്തബിഉഹു ഫഇന്നഹു റബ്ബുക, നീ ഇവനെ പിൻപറ്റിക്കോ, അവൻ നിന്റെ റബ്ബാണ് എന്ന് ആര് പറയുന്നു? അവൻ നിന്റെ റബ്ബാണ് എന്ന് ആര് പറയാണ്? ഈ പിശാചുക്കൾ പറയുകയാണെന്നാണ്. അപ്പോൾ എന്ത് ചെയ്തു? അവനിൽ വിശ്വസിച്ചു. ഇന്നിപ്പോൾ നമ്മൾ നോക്കിയേ, നമ്മുടെ ഇന്നത്തെ ചെറിയ എന്തെങ്കിലും ഒരു ഇത് കാണിച്ചാൽ ആളുകൾ അങ്ങോട്ട് പായാണ്, കേട്ട പാതി കേൾക്കാത്ത പാതി ആളുകൾ അങ്ങോട്ട് ഓടുകയാണ്. അവിടെ അത്ഭുതം, ഇവിടെ കറാമത്ത്, ഇവിടെ. അപ്പം ഇന്നത്തെ കാലത്ത് തന്നെ ഇതാണ് അവസ്ഥയെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉള്ള ആളുകളുടെ അതനുസരിച്ച് ജീവിക്കേണ്ട മുസ്ലിം ഉമ്മത്തിൻ്റെയൊക്കെ അവസ്ഥ ഇന്ന് ഇതാണെങ്കിൽ അന്നത്തെ സ്ഥിതി എന്തായിരിക്കും? പല ക്ഷേത്രങ്ങളിലും ഉത്സവങ്ങൾ നടക്കുന്നിടത്ത് നിങ്ങൾ പോയി നോക്കിക്കേ, അവിടെയൊക്കെ പർദ്ദയിട്ട മഫ്തയിട്ട പെണ്ണുങ്ങൾ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി ചെന്ന് നിൽക്കുന്നത് കാണാം. ഞാൻ സ്ഥലം പറയുന്നില്ല, മലപ്പുറം ജില്ലയിലൊരു സ്ഥലമുണ്ട്, അവിടെ ഉത്സവം നടക്കുന്നുണ്ട്. അവിടെ ഇരിക്കുന്ന പൂജാരി വരുന്ന ആളുകൾക്ക് നിവേദ്യ വസ്തുവായി ഒഴിച്ചു കൊടുക്കുന്ന മദ്യം, ആ മദ്യം രുചിക്കുന്ന മുസ്ലിം പെണ്ണുങ്ങളെ അവിടെ ചെന്നാൽ കാണാൻ പറ്റും. ആ ഒരവസ്ഥയിൽ വരെ ഇന്നത്തെ മുസ്ലിം ഉമ്മത്ത് എത്തി നിൽക്കുമ്പോൾ ദജ്ജാലിൻ്റെ ഫിത്നകളിൽ നമ്മൾ ഒരിക്കലും അത്ഭുതപ്പെടേണ്ടതില്ല. എന്നിട്ട് ഇതേ അറാബിയോട് ദജ്ജാൽ വീണ്ടും ചോദിക്കുകയാണ്, നിന്റെ ചത്തുപോയ ഒട്ടകമുണ്ടല്ലോ, ആ ചത്തുപോയ ഒട്ടകത്തെ തടിച്ച പൂഞ്ഞയോടുകൂടി നീണ്ട അകടോടുകൂടി ഞാൻ ജീവിപ്പിച്ചു തന്നാൽ എന്നെ നീ റബ്ബായി അംഗീകരിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നു, ഞാൻ നിന്നെ റബ്ബായി അംഗീകരിക്കും. അപ്പോൾ പിശാച് ഒട്ടകത്തിൻ്റെ രൂപത്തിൽ അവൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു. അപ്പം ദുർബല വിശ്വാസികളുടെ വിശ്വാസം മുഴുവൻ പോയി അള്ളാഹുവിനെ ഒഴിവാക്കി ഈ ദജ്ജാലിനെ റബ്ബായി അംഗീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് ആളുകൾ മടങ്ങുന്ന, അത്രമാത്രം ആളുകളുടെ ഈമാൻ പോകുന്ന ഒരവസ്ഥയിലേക്ക് വരും എന്നുള്ളതാണ്. അതുപോലെ അബ്ദുല്ലാഹിബിൻ മുഗഫൽ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണുന്നത്, അവൻ എന്ത് ചെയ്യും? നമ്മൾ കേട്ടിട്ടുണ്ട്, ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ മോചിസത്തിൽപ്പെട്ടാണ് എന്ത്? വെള്ളപ്പാണ്ടുകാർ ശരീരത്തിൽ ബിസ്മി ചൊല്ലി തടവുമ്പോൾ എന്ത് ചെയ്യുന്നു? അത് മാറി നല്ല ശരീരം, നല്ല ഭംഗിയാകുന്നു. അതുപോലെ തന്നെ അന്ധൻ്റെ അന്ധത മാറ്റിക്കൊടുക്കുന്നു, ജന്മനാലുള്ള അന്ധത മാറ്റിക്കൊടുക്കുന്നു. ഈ ദജ്ജാൽ അതും ചെയ്ത് കാണിക്കുന്ന വഇന്നഹു യുബ്രിഉൽ അക്മഹ വൽ അബ്റസ, വെള്ളപ്പാണ്ടുള്ള ആളുകളുടെ വെള്ളപ്പാണ്ട് അവൻ മാറ്റിക്കൊടുക്കും. അന്ധത ബാധിച്ച ആളുകളുടെ അന്ധത മാറ്റിക്കൊടുക്കും. അപ്പൊ ദജ്ജാലിൻ്റെ പുറകെയായിരിക്കും എല്ലാവരും ഉണ്ടാകുക. അപ്പൊ ഈ അത്ഭുതങ്ങൾ കണ്ട് അവൻ്റെ പിന്നാലെ ആളുകൾ പോവുകയാണ്. പിന്നീട് നമ്മളൊക്കെ കേട്ടുള്ള ഒരു സംഭവമുണ്ട്, ഒരു വിശ്വാസിയുടെ നേരെ ദജ്ജാൽ തിരിയുകയാണ്. റസൂലുള്ളാഹി പറയുന്നത് വഇന്ന മിൻ ഫിത്നതിഹി എന്ന് പറഞ്ഞിട്ടുണ്ട്, അവൻ്റെ ഫിത്നയിൽപ്പെട്ടതാണത്. ഒരു മനുഷ്യനെ എന്ത് ചെയ്യുന്നു? ദജ്ജാൽ പിടികൂടിയിട്ട് അവനെ കൊല്ലുകയാണ്. ഫയഖ്തുലുഹ, അവനെ കൊല്ലും. എങ്ങനെ കൊല്ലുക? ഫയൻഷുറുഹ ബിൽ മിൻഷാർ, വാള് കൊണ്ട് തലയിൽ വാള് വെച്ചിട്ട് ഈർന്ന് രണ്ടാക്കും. എന്നിട്ട് രണ്ട് ഭാഗത്തേക്ക് അത് അങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഹത്താ തുൽക ഷിക്കൈനി, രണ്ട് ഭാഗത്തേക്ക് ഇട്ട് കൊടുക്കും. അങ്ങോട്ട് മാറ്റി കിടത്തിട്ട് അതിൻ്റെ ഇടയിൽ കൂടി ദജ്ജാൽ ഇങ്ങനെ നടന്നു വരും. ثم يقول انظروا الى عبدي هذا فاني ابعثه ثم يزعم ان له ربا غيري.
കണ്ടോ? എന്നിട്ട് ഇവനെ വിളിക്കും, ജീവനോടുകൂടി അവൻ തിരിച്ചു വരുന്ന. പക്ഷെ ആ ചെറുപ്പക്കാരൻ, ആ മനുഷ്യൻ, അവന് വീണ്ടും ജീവൻ കിട്ടി തിരിച്ചു വരുമ്പോൾ അവനോട് ചോദിക്കും, നിന്റെ റബ്ബ് ആരാന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, എൻ്റെ റബ്ബ് അള്ളയാണ്. നീ എൻ്റെ റബ്ബല്ലാതെ ഒരു റബ്ബില്ല, നീ റബ്ബല്ല എന്ന് പറയുന്ന. അപ്പൊ ആരാണ് ആ മരിച്ചവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത്, വീണ്ടും ജീവിപ്പിക്കുന്നത്? ഹദീസിൽ കാണുന്നത് ഫയബ്അസുഹുല്ലാഹ്. ശരിക്കും ദജ്ജാലല്ല, അള്ളാഹ് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? അവിടെ ആളുകൾക്കൊരു ഫിത്നയായി മാറുകയാണ്. ആ അള്ളയാണ് അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത്. വയഖൂലു ലഹുൽ ഖബീസു മൻ റബ്ബുക. ആ വൃത്തികെട്ടവൻ ദജ്ജാല് ചോദിക്കുകയാണ്, ആരാണ് നിന്റെ റബ്ബ്? ഫയഖൂലു റബ്ബി അല്ലാഹ്, എൻ്റെ റബ്ബ് അല്ലാഹ് തന്നെയാണ്. എന്നിട്ട് അവൻ പറയാണ്, വ അൻത അദുവല്ലാഹ്, നീ അള്ളാഹുവിൻ്റെ ശത്രുവാണ്. അൻത ദജ്ജാലു അല്ലാഹ്, അള്ളയാണ്, നീ ദജ്ജാലാണ് എന്ന് എനിക്ക് ഇന്ന് ശരിക്കും ബോധ്യപ്പെട്ടു. എനിക്ക് ഇത്രയും ദിവസം ഇങ്ങനെ ബോധ്യപ്പെട്ടിട്ടില്ല, പക്ഷേ എനിക്ക് എല്ലാ നിലയ്ക്കും ബോധ്യപ്പെട്ടു. നീ ഇതുകൂടി കാണിച്ചപ്പോൾ നീ ശരിക്കുള്ള ദജ്ജാലാണെന്ന്. ഇത് കേട്ട് ദജ്ജാല് കോപം കൊണ്ട് ഇളകുന്നാണ്. അവൻ കോപം കൊണ്ട് വിറയ്ക്കും. എന്നിട്ട് വീണ്ടും അവനെ കൊല്ലാൻ വേണ്ടി എന്ത് ചെയ്യും? ദജ്ജാൽ അവനെ പിടികൂടാൻ ചെല്ലും. പക്ഷേ രണ്ടാമത് അവനെ പിടികൂടി കൊല്ലുവാൻ ദജ്ജാലിന് കഴിയില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. കാരണം ആ മനുഷ്യൻ്റെ കഴുത്ത് തൊട്ട് ഏതാണ്ട് അരക്കെട്ട് വരെ അള്ളാഹു ചെമ്പാക്കി മാറ്റുന്ന, അവനെ അറുക്കാനോ കൊല്ലാനോ പിന്നീട് ദജ്ജാലിന് കഴിയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വ ഇന്ന മിൻ ഫിത്നതി അൻ യഅ്മുറ സമാഅ, അവൻ്റെ ഫിത്നയിൽപ്പെട്ടതാണ് ആകാശത്തേക്ക് അവൻ നോക്കിയിട്ട് പറയും, ആകാശമേ മഴ പെയ്യൂ. അവൻ പറയേണ്ട സമയത്ത് ആ സമയം തന്നെ എന്ത് ചെയ്യും? ആകാശത്ത് നിന്ന് മഴ പെയ്യും. അല്ലേ? ഈ കുത്തുബിയത്തിൽ കാണാം, മഴ പെയ്യിപ്പിക്കുന്ന ആരാ? അള്ളയാണെന്നാണോ? മുഹീദ്ദീൻ ഷെയ്ഖാണെന്നാണ് പറയുന്നത്. അപ്പോൾ ആളുകൾ ഇത് കാണുമ്പോൾ, ഈ അത്ഭുതം കാണുമ്പോൾ എന്ത് ചെയ്യും? അവനിൽ വിശ്വസിക്കും. പിന്നെ ഭൂമിയെ നോക്കിയിട്ട് ദജ്ജാല് പറയുകയാണ്, ഭൂമിയോട് പറയാണ്, എന്ത്? ഭൂമിയെ, മഴ പെയ്തതിന് ശേഷം ഭൂമിയെ, നീ സസ്യലതാദികളെ, ചെടികളെ, ധാന്യങ്ങളെ മുളപ്പിക്കൂ എന്ന് പറയുമ്പോഴേക്കും ഭൂമി നിറയെന്താവും? ചെടികളും സസ്യങ്ങളും മുളച്ചു വരുന്നതാണ്. അപ്പൊ അവന്റെ കൽപ്പന കേട്ട് ഇതെല്ലാം സംഭവിക്കുന്നു. ഓരോന്നും അത്ഭുതമാണ്. വ ഇന്ന മിൻ ഫിത്നതിഹി, അവന്റെ ഫിത്നയിൽപ്പെട്ടതാണ് അൻ യമുറ ബിൽ ഹയ്യി, അവനൊരു പ്രദേശത്തു കൂടി ഇങ്ങനെ സഞ്ചരിക്കും. അപ്പോൾ ആ പ്രദേശത്തുള്ള ആളുകളൊക്കെ നല്ല വിശ്വാസികളാണ്. അപ്പോൾ ആളുകൾ എന്ത് ചെയ്യും? ഫയുകദ്ദിബൂനഹു, അവനെ എല്ലാവരും നിഷേധിക്കും. നീ കള്ളനാണ്, നീ വ്യാജവാദിയാണെന്ന് പറഞ്ഞ് അവനെ എല്ലാവരും തള്ളിക്കളയും. അവനെ തള്ളിക്കളയുന്ന ആ പ്രദേശത്ത് മുഴുവൻ പിന്നെന്ത് സംഭവിക്കുമെന്നറിയോ? ഫലാ യബ്കാ ലഹും സായിമത്തുൻ ഇല്ലാ ഹലക്കത്ത്, അവിടെ മേഞ്ഞ് നടക്കുന്ന, അവർക്ക് പാല് കൊടുക്കുന്ന ഒരു കന്നുകാലി പോലും അവശേഷിക്കാത്ത വിധം അവിടെയുള്ള എല്ലാം നശിച്ചു പോകും. ചെടികളും ധാന്യങ്ങളും അതുപോലെ തന്നെ അവരുടെ കൃഷിയിടങ്ങളും അവരുടെ കന്നുകാലികളും മുഴുവൻ നശിച്ചു പോകും. അതിനുശേഷം അവൻ വേറൊരു പ്രദേശത്തു കൂടി സഞ്ചരിക്കുകയാണ്. വ ഇന്ന മിൻ ഫിത്നതിഹി അൻ യമുറ ബിൽ ഹയ്യി, വേറൊരു പ്രദേശത്തു കൂടി അവൻ സഞ്ചരിക്കുമ്പോൾ ഫയുസദ്ദിഖൂനഹു, അവിടെയുള്ള ആളുകൾ മുഴുവൻ പറയും, നീ റബ്ബാണ്, നീ നബിയാണ് എന്ന് പറഞ്ഞ് അവനെ അംഗീകരിക്കും, അവനെ സത്യപ്പെടുത്തും. അങ്ങനെ അവനെ സത്യപ്പെടുന്ന സ്ഥലത്ത് പിന്നെ എന്ത് സംഭവിക്കുന്നറിയോ? ഫയഅ്മുറു സ്സമാഅ അൻ തുംതിറ ഫതുംതിർ, അപ്പോൾ അവൻ അവിടെയുള്ള ആകാശത്തോട് പറയും, ആകാശമേ നീ മഴ വർഷിപ്പിക്കുക, മഴ പെയ്യും. വയഅ്മുറുൽ അർള അൻ തുൻബിത ഫതുൻബിത്, ഭൂമിയെ നീ എല്ലാം മുളപ്പിക്കുക, അപ്പോൾ എല്ലാം മുളച്ചു വരും. ഹത്താ തറൂഹ മവാഷിയഹും മിൻ യൗമിഹിം ദാലിക അസ്മൻ, അപ്പോൾ അവിടെയുള്ള കന്നുകാലികളെല്ലാം തടിച്ചു കൊഴുത്ത് അതിൻ്റെ അകിടുകൾ നീണ്ട് മെലിഞ്ഞ കന്നുകാലികളെല്ലാം നല്ല നീണ്ട് നിവർന്നു നിന്ന് അവിടെ സമൃദ്ധി വരികയാണ്. അവർക്കിഷ്ടം പോലെ പാല് കൊടുക്കുന്ന കന്നുകാലികൾ ഉണ്ടാവുകയാണ്. അപ്പോൾ ആളുകളെല്ലാം അവനിൽ വിശ്വസിച്ചു പോകുന്നു. അത്ര വലിയ ഫിത്തനയാണ് ഭൂമുഖത്ത് വന്ന് അവൻ ഉണ്ടാക്കുക എന്നാണ് പറഞ്ഞത്. എന്നിട്ട് നോക്കൂ, അവൻ ഭൂമിയിലൂടെ അതിവേഗതയിൽ സഞ്ചരിക്കുകയാണ്. അതിവേഗതയിൽ ഭൂമി മുഴുവൻ നമുക്ക് കവർ ചെയ്യുന്ന. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വ ഇന്നഹു ലാ യബ്കാ ഷൈഉൻ മിനൽ അർളി, ഭൂമിയിൽ ഒരു സ്ഥലം പോലും അവൻ ബാക്കി വെക്കുകയില്ല. ഇല്ലാ വതിഅഹു, അവൻ ചവിട്ടാത്ത, 7:58 പറയുന്നുണ്ട്, അവൻ ചവിട്ടാത്ത ഒരു പ്രദേശം പോലും ഉണ്ടാവുകയില്ല.
വലഹറ അലൈഹി. വേണോ? ഇൻഷാ അല്ലാഹ്. അവൻ വിജയിക്കാത്ത ഒരു പ്രദേശം പോലും ഉണ്ടാവുകയില്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ലൽ മക്ക വൽ മദീന, മക്കയിലും മദീനയിലും പ്രവേശിക്കാൻ അവൻ ഒരിക്കലും കഴിയുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇനി മക്കയിലും മദീനയിലും പ്രവേശിക്കുന്നതിന് അവന് തടസ്സമാകുന്ന കാര്യം എന്താണ്? മദീനയിൽ അവൻ ഏത് പ്രദേശത്താണ് വന്ന് തങ്ങുന്നത്, അങ്ങനെ തുടങ്ങി ഏത് സമയത്താണ് അവൻ കൊലപ്പെടുത്തപ്പെടുന്നത്, അങ്ങനെ തുടങ്ങി കുറേ കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ച് തരുന്നുണ്ട്. നമുക്ക് ഇശാ കഴിഞ്ഞ് കുറച്ച് സമയം കൂടി നിങ്ങളിരിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ആ ഭാഗം കൂടി ഇൻഷാ അല്ലാഹ് പൂർത്തീകരിച്ച് പറയാം. ഓക്കെ ആണോ? 10 മിനിറ്റ് കൂടി ഇൻഷാ അല്ലാഹ് ഇരിക്കുമെങ്കിൽ കുറച്ച് ഭാഗം കൂടി പറഞ്ഞിട്ട് പോകാം. ഏതാണ്ട് ഒരു 100-200 പേജ് ഒരു ബുക്ക് ഭാഗം റെഫർ ചെയ്തിട്ടാണ് ഈ ചുരുങ്ങിയ രൂപത്തിൽ ഏതാണ്ട് അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കാം. ഇതിൽ പറയുന്ന ഓരോന്നും നമുക്ക് കിട്ടുന്ന അറിവുകളാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ഒരു സംസാരം കൺക്ലൂഡ് ചെയ്യേണ്ടത് കൊണ്ട് പെട്ടെന്ന് നമ്മൾ പറഞ്ഞതിൻ്റെ ബാക്കി എന്ന നിലയ്ക്കൊന്ന് സൂചിപ്പിച്ച് പോവുകയാണ്. നമ്മൾ പറഞ്ഞത് അവസാനം മക്കയിലും മദീനയിലും ദജ്ജാലിന് പ്രവേശിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അതിൻ്റെ കാരണം എന്താണ്? മദീനയുടെ കവാടങ്ങളിലേക്ക് ദജ്ജാൽ എത്തുമ്പോൾ ഊരിപ്പിടിച്ച വാളുമായി മലക്കുകൾ, ചില ഹദീസിൽ കാണാം 2 മലക്കുകൾ എന്നൊക്കെ, മലക്കുകൾ ഉണ്ടാകും. ആ മലക്കുകൾ ദജ്ജാലിനെ ഓടിക്കും എന്നാണ്. അതുകൊണ്ട് അവനൊരിക്കലും ഈ പറഞ്ഞ ഹറമുകളെ സമീപിക്കാൻ കഴിയുകയില്ല എന്നുള്ളതാണ്. അങ്ങനെ മദീനയ്ക്ക് പുറത്ത് ദജ്ജാൽ തമ്പടിക്കുന്ന സ്ഥലത്തെപ്പറ്റി ഹദീസിൽ വന്നിട്ടുണ്ട്. അതായത് ഉഹുദ് മലയുടെ പിൻഭാഗത്ത് ജുറുഫ് എന്ന ഒരു പ്രദേശമുണ്ട്. ആ ജുറുഫ് ഉപ്പുകൾ നിറഞ്ഞ പ്രദേശമാണെന്നാണ്. അവിടെയാണ് അവനും അവൻ്റെ സൈന്യവും തമ്പടിച്ച് നിൽക്കുക എന്നാണ്. വേറൊരു ഹദീസിലുള്ളത് ചുവന്ന പർവ്വതത്തിന് പിന്നിൽ നിന്നാണ്. ചുവന്ന പർവ്വതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉഹുദ് പർവ്വതമാണ്. അതിൻ്റെ പിൻഭാഗത്തായി ജുറുഫ് എന്ന പ്രദേശത്തായിരിക്കും അവൻ തമ്പടിക്കുക എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ശേഷം മദീനയിൽ നടക്കുന്ന ഒരു സംഭവം എന്താണെന്നറിയുമോ? മദീനയിൽ അവിടെയുള്ള ആളുകളെയുമായിട്ട് മദീനയിൽ 3 കുലുങ്ങൽ നടക്കുന്നതാണ്. അതായത് മദീന ശരിക്ക് വിറകൊള്ളും, മദീന 3 കുലുക്കും എന്നാണ് ഹദീസിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഫലാ യബ്കാ ഫീഹാ മുനാഫിഖുൻ വലാ മുനാഫിഖത്തുൻ, ആ മദീന 3 കുലുങ്ങുന്നതോടുകൂടി മദീനയിൽ പിന്നെ ഒരു മുനാഫിക്ക് പോലും ബാക്കി ഉണ്ടാവില്ല. എല്ലാ മുനാഫിക്കായ ആണും പെണ്ണും മദീനയുടെ പുറത്തേക്ക് തെറിച്ചു പോകും. ഇല്ല ഖറജ ഇലൈഹി, എന്നിട്ട് അവർ പുറപ്പെട്ട് അങ്ങോട്ട് ചെല്ലും, ദജ്ജാലിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ദജ്ജാലിൻ്റെ കൂടെ അവർ ചേരും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അങ്ങനെ ഇരുമ്പിൻ്റെ മാലിന്യങ്ങളെ ശുദ്ധീകരിക്കുന്നത് പോലെ മദീന എന്ത് ചെയ്യും? മുനാഫിക്കുകളെ പുറന്തള്ളി പൂർണ്ണമായും വിശ്വാസികൾ മാത്രമാകുന്ന ഒരവസ്ഥയിലേക്ക് മദീന എത്തും. ആ ദിവസത്തെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഈ വിറപ്പിക്കൽ നടക്കുന്ന ഈ ദിവസത്തെ പറ്റി പറഞ്ഞത് വയുദ്ആ ദാലിക അൽ യൗം യൗമുൽ ഖലാസ് എന്നാണ്, മോക്ഷത്തിൻ്റെ ദിനം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദിവസത്തെ പരിചയപ്പെടുത്തിയത്. വേറെ ഹദീസിൽ കാണുന്നത് ദജ്ജാലിനെ ഏറ്റവും കൂടുതൽ പിൻപറ്റുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ 1 ജൂതന്മാരാണ്, 2 സ്ത്രീകളായിരിക്കും എന്നാണ്. പെണ്ണുങ്ങളെ നമ്മൾ അത്രേ ഉള്ളൂ, അതിന് പിന്നാലെ പോകും, എന്ത് കണ്ടാലും അതിൻ്റെ പുറകെ പോകും. അപ്പോൾ പെണ്ണുങ്ങളായിരിക്കും എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, നബിയെ ഈ അന്ന് അറബികൾ എവിടെയായിരിക്കും? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്ന് അറബികൾ കുറവായിരിക്കും, യൗമ ഇദിൻ ഖലീലുൻ, മാത്രമല്ല അവരിൽ ഭൂരിഭാഗവും ഉള്ളത് ഫലസ്തീനിൽ മസ്ജിദുൽ അഖ്സയുടെ ബൈത്തുൽ മുഖദ്ദസിലായിരിക്കും അവരിൽ അധികം ആളുകളും ഉണ്ടായിരിക്കുക. അപ്പോൾ അവിടെ അവർക്കൊരു ഇമാം ഉണ്ടായിരിക്കും. ഇമാമുഹും റജുലുൻ സ്വാലിഹുൻ, ഒരു സ്വാലിഹായ മനുഷ്യനായിരിക്കും എന്ന് അവർക്ക് അവിടെ ഇമാമ് നിൽക്കുക എന്നാണ്. ഇവിടെ റജുലുൻ സ്വാലിഹ് എന്ന് പറഞ്ഞത് ആരെ പറ്റിയാണ്? മഹ്ദി ഇമാമിനെ പറ്റിയാണ്. അത് വേറൊരു വിഷയമാണ്. അത് ഏകദേശം എനിക്കൊന്നൊരു മണിക്കൂർ എടുത്ത് നമ്മൾ സംസാരിക്കേണ്ട വിഷയമാണ്. അതിൽ ഒരു കാര്യം മാത്രം പറയാം. മഹ്ദി ഇമാമുമായിട്ടുള്ള ഒരു ബൈഅത്ത് നടക്കും. കഅബയുടെ അടുത്ത് വെച്ച് റുക്നുൽ യമാനിയുടെയും
മക്കാമു ഇബ്രാഹീമിൻ്റെയും ഇടയിൽ വെച്ച് മഹ്ദി ഇമാമ നിന്ന് ആളുകൾക്ക് ബൈഅത്ത് ചെയ്യുന്ന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഐസും കട്ടകൾ നിറഞ്ഞ സ്ഥലത്തുകൂടി നിങ്ങൾക്ക് താണ്ടേണ്ടി വന്നാലും ഇഴഞ്ഞു വന്ന് നിങ്ങൾ മഹ്ദി ഇമാമിന് ബൈഅത്ത് ചെയ്യണം എന്ന് പറഞ്ഞത് ഹദീസിൽ കാണാൻ സാധിക്കും. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ പരമ്പരയിലാണ് വരുന്നത് എന്നും 7-8 വർഷം മഹദി ഇമാം നീതിയുടെയും ന്യായത്തിൻ്റെയും ഭരണം നടത്തുമെന്നും അന്ന് ലോകത്ത് സമൃദ്ധി കളിയാടുമെന്നുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അങ്ങനെ മഹദി ഇമാം മസ്ജിദുൽ അഖ്സയിൽ ഇമാം നിൽക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് പോകുമ്പോഴേക്കും പിന്നെ സുബഹി നിസ്കരിക്കാൻ വേണ്ടി പോകുമ്പോൾ ഈസാ നബി അലൈഹിസ്സലാം അവിടേക്ക് ഇറങ്ങി വരികയാണ്. അത് ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ ആകാശത്ത് നിന്നുള്ള ഇറക്കമല്ല, മറിച്ച് ആകാശത്ത് നിന്നുള്ള ഇറക്കത്തെ പറ്റി ഹദീസിൽ വന്നത്, ഇത് ബഅസല്ലാഹുൽ മസീഹ ഇബ്ന മർയമ ഫയൻസിലു ഇൻദൽ മനാറത്തിൽ ബൈളാഇ ശർഖി ദിമഷ്ക്, സിറിയയിലെ ഡമസ്കസിലെ ഒരു പള്ളിയുടെ വെളുത്ത മിനാരത്തിലൂടെ ഈസാ നബി അലൈഹിസ്സലാം ഇറങ്ങി വരും എന്നാണ് പറഞ്ഞത്. അതിനുശേഷമുള്ള വരവാണ് മസ്ജിദുൽ അഖ്സയിലേക്ക്. സുബഹിക്ക് ഇക്കാമത്ത് കൊടുക്കുന്ന സമയത്ത് മഹദി ഇമാം ഇമാമ് നിൽക്കാൻ പോകുന്ന സമയത്താണ് അദ്ദേഹം വരിക എന്നുള്ളതാണ്. ആ മിനാരത്തിലേക്ക് ഇറങ്ങുന്നതിനെ പറ്റി ഹദീസിൽ വന്നത്, ഈസാ നബി അലൈഹിസ്സലാം ഇറങ്ങുന്നതിനെ പറ്റി ഹദീസിൽ വന്നത് ഇങ്ങനെയാണ്: കുങ്കുമ നിറത്തിലുള്ള 2 ഉടുപ്പുകൾ ധരിച്ച് മലക്കുകളുടെ ചിറകുകളിൽ കൈവച്ചുകൊണ്ട് അദ്ദേഹം തല കുനിക്കുമ്പോഴേക്കും ജലഗണങ്ങൾ തെറിച്ചു വീഴുന്ന അവസ്ഥയിൽ, അദ്ദേഹം തല ഉയർത്തുമ്പോഴേക്കും പവിഴങ്ങൾ തെറിച്ചു വീഴുന്ന അവസ്ഥയിൽ ആയിരിക്കും ആര് വരിക? ഈസാ നബി അലൈഹിസ്സലാം ഇറങ്ങി വരിക എന്നാണ്. ഈസാ നബി അലൈഹിസ്സലാം ഇറങ്ങി വരുമ്പോൾ ഈസാ നബി അലൈഹിസ്സലാമിയുടെ നിശ്വാസങ്ങൾ, അദ്ദേഹം ശ്വാസം വലിച്ചു വിടുമ്പോൾ ആ ശ്വാസം ഏറ്റ് അവിശ്വാസികൾ മരിച്ചു വീഴും എന്നും ഹദീസിൽ വന്നിട്ടുണ്ട്. ഒരാൾ ശ്വസിച്ചാൽ ആ ശ്വാസത്തിൻ്റെ ദൂരം എത്രയാണ് നമുക്കറിയാമല്ലോ. പക്ഷേ ഈസാ നബി അലൈഹിസ്സലാം ആ നിശ്വാസം നടത്തുമ്പോൾ കിലോമീറ്ററുകൾ കണക്കിന് ദൂരത്തേക്ക് അത് എത്തുകയും അങ്ങനെ അതേൽക്കുന്ന ആളുകൾ മരണപ്പെടുകയും ചെയ്യും, അവിശ്വാസികൾ മരണപ്പെടുകയും ചെയ്യും എന്ന് പറയാണ്. അങ്ങനെ ഈസാ നബി അലൈഹിസ്സലാം ഈ പള്ളിയിലേക്ക് മസ്ജിദുൽ അഖ്സയിലേക്ക് വരുമ്പോൾ ഇത് കണ്ട് മഹദി ഇമാമ് പിന്നോട്ടും പിന്മാറാൻ നിൽക്കുന്ന സമയത്ത് ഈസാ നബി അലൈഹിസ്സലാം പറയും, എന്ത്? ഫഖീല ഫഇന്നഹാ ലക ഉഖീമത്, നിനക്ക് വേണ്ടിയാണ് ഇഖാമത്ത് കൊടുക്കപ്പെട്ടത്. ഫയുസല്ലി ബിഹിം ഇമാമുഹും, നീ ഇമാമ നിൽക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് മഹദി ഇമാമ നിന്ന് നമസ്കരിക്കും എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ഈസാ നബി അലൈഹിസ്സലാം പറയും, ഇഫ്തഹുൽ ബാബ്, ആ കവാടം നിങ്ങൾ തുറക്കുക. അതേതാണ് എന്ന് വ്യക്തമല്ല, ആ വാതിൽ നിങ്ങൾ തുറക്കുക എന്ന് പറയും. അപ്പോൾ ആളുകൾ ആ വാതിൽ വലിച്ചു തുറക്കുമ്പോൾ അതിൻ്റെ പിറകിൽ ആരുണ്ടാകും? ദജ്ജാൽ ഉണ്ടാകും. ആ ദജ്ജാലിൻ്റെ കൂടെ 70,000-ഓളം ജൂതന്മാർ, പ്രത്യേക വസ്ത്രമണിഞ്ഞ 70,000-ഓളം ജൂതന്മാർ അവൻ്റെ കൂടെയുണ്ടാകും. അവരുടെ കൈകളിലൊക്കെ ഒരു പ്രത്യേക തരത്തിലുള്ള വാളുമുണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ സമയത്ത് ദജ്ജാൽ ഈസാ നബി അലൈഹിസ്സലാമിലേക്ക് ഒരു നോട്ടം നോക്കും. നബി പറയാണ്, ഫഇദാ നളറ ഇലൈഹി ദജ്ജാലു ദാബ കമാ യദൂബുൽ മിൽഹു ഫിൽ മാ, അവൻ ഈസാ നബി അലൈഹിസ്സലാമിലേക്ക് നോക്കുമ്പോൾ തന്നെ ഉപ്പ് വെള്ളത്തിൽ അലിഞ്ഞില്ലാതാകുന്നത് പോലെ അവൻ അലിഞ്ഞു തുടങ്ങും. അത്രമാത്രം ഈസാ നബി അലൈഹിസ്സലാമിനെ കാണുമ്പോൾ അവൻ പേടിച്ചു പോകുന്ന, എന്നിട്ട് അവൻ പേടിച്ചുകൊണ്ട് പിൻവാങ്ങി ഭയന്ന് ഓടുകയാണ്. ഈസാ നബി അലൈഹിസ്സലാം പറയുകയാണ്, ഇന്ന് നിനക്ക് ഞാൻ ഒരടി തരും, ഇന്ന് നിനക്ക് എന്നെ തൊടാൻ പറ്റില്ല, എന്നെ അതിജയിക്കാൻ പറ്റില്ല, ആ അടിയിൽ നീ തകരും എന്ന് ഈസാ നബി അലൈഹിസ്സലാം പറയുകയും അങ്ങനെ പിന്നാലെ കൂടി ഈസാ നബി അലൈഹിസ്സലാം ദജ്ജാലിനെ പിടിക്കുകയാണ്. ആ സ്ഥലത്തെ പറ്റി പറഞ്ഞത് ലുദ് എന്ന് പറയുന്ന പ്രദേശമാണ്. ലുദ്ദിന്റെ കവാടത്തിൽ വെച്ച് ഫയുദ്രികുഹു ഇൻദ ബാബിൽ ലുദ്ദി ശർഖി, കിഴക്ക് ഭാഗത്ത് വെച്ച് പിടികൂടുകയും അങ്ങനെ ഈസാ നബി അലൈഹിസ്സലാം ദജ്ജാലിനെ വധിക്കുകയും ചെയ്യുന്നു. ഈ ലുദ്ദിന്റെ കവാടം എന്ന് പറഞ്ഞത് ഇന്നത്തെ ഇസ്രായേലിലാണ് ഈ ലുദ്ദിന്റെ കവാടം നടന്നത്. അപ്പോൾ അവിടെ വെച്ച് കൊലപ്പെടുത്തുകയാണ്. അങ്ങനെ ഈ ജൂതന്മാരെല്ലാം കൂടി അതോടുകൂടി പേടിച്ച് ഭയന്നോടുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അന്ന് ഒരു വസ്തുവും സംസാരിക്കാതിരിക്കുകയില്ല, എല്ലാം കല്ലും മരവും അതുപോലെ തന്നെ ഭിത്തികൾ പോലും മതിലുകൾ പോലും വന്ന് സംസാരിക്കും. ഇല്ലൽ ഗർഖദ് എന്ന വൃക്ഷമൊഴികെ, അത് ജൂതന്മാരുടെ വൃക്ഷമാണ്. എന്നിട്ട് അവയെല്ലാം വിളിച്ചു പറയും, കല്ല് വിളിച്ചു പറയും, മരം വിളിച്ചു പറയും, മതിലുകൾ പോലും വിളിച്ചു പറയും, അല്ലയോ
മുസ്ലിമേ നീ ഇങ്ങോട്ട് വാ, ഇതാ ഈ മതിലിൻ്റെ പുറകിൽ, ഈ കല്ലിൻ്റെ പുറകിൽ, ഈ മരത്തിൻ്റെ പുറകിൽ ഒരു ജൂതനുണ്ട്, അവനെ പിടികൂടൂ, ഫതആൽ ഉഖ്തുൽഹു, അവനെ കൊല്ലുക എന്ന് വിളിച്ചു പറയും എന്നാണ്. അങ്ങനെ ആ ജൂതന്മാരെ മുഴുവൻ വധിക്കുകയാണ്. ശേഷം ഫയകൂനു ഈസ ഇബ്നു മറിയം ഫീ ഉമ്മത്തി ഹകമൻ അദ്ലൻ വ ഇമാമൻ മുഖ്സിതൻ, നീതിമാനായ ഭരണാധികാരിയായി ഈസാ നബി അലൈഹിസ്സലാം പിന്നീട് ഭരണം നടത്തുകയാണ്. ശേഷം നടക്കുന്ന സംഭവങ്ങൾ ഹദീസിൽ വരുന്നുണ്ട്. കുരിശു തകർക്കും, പന്നികളെ കൊല്ലും, ജിസിയ നിർത്തലാക്കും, സക്കാത്ത് ശേഖരണം ഉപേക്ഷിക്കും. അതിലൊന്നും ഒരാവശ്യമുണ്ട്, അത്രമാത്രം സമൃദ്ധിയായിരിക്കുന്ന ആടിനെയോ ഒട്ടകത്തെയോ ശേഖരിക്കാൻ ആളെ അയക്കില്ല. സക്കാത്ത് പോയി വാങ്ങേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. പിന്നെയോ അന്നത്തെ ഒരവസ്ഥ, പകയും കോപവും ഉയർന്നു പോകും. അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യമില്ല, പകയില്ല, മുഖമില്ല. വിഷമുള്ള എല്ലാ ജന്തുവിൻ്റെയും വിഷം ഊരിയെടുക്കുന്ന, ഏതുവരെ എന്നാൽ ഒരു പിഞ്ചു കുഞ്ഞ് ഒരു പാമ്പിൻ്റെ കയ്യിൽ പാമ്പിൻ്റെ വായിലേക്ക് കൈയിട്ടാൽ പോലും ആ പാമ്പ് കടിക്കുകയോ ഉപദ്രവിക്കുകയോ ഇല്ല. ഒരു പെൺകുഞ്ഞ് വന്നിട്ട് ഒരു സിംഹത്തെ ഓടിക്കും, ആ സിംഹം ആ കുഞ്ഞിനെ ഉപദ്രവിക്കുകയില്ല. മാത്രമല്ല ആട്ടിൻ പറ്റത്തിൻ്റെ കൂടെ ചെന്നായകൾ ഉണ്ടാകും. ആ ചെന്നായ കാവൽ നായ്ക്കളെ പോലെ ആ ആട്ടിൻകൂട്ടത്തെ സംരക്ഷിക്കും. അതുപോലെ തന്നെ പാത്രത്തിൽ വെള്ളം നിറയും പോലെ ശാന്തിയും സമാധാനവും നിറയും. കലിമത്തൊന്നാകും. അല്ലാത്ത വേറൊന്നിനെ ആരാധിക്കുന്ന ആളുകൾ ഉണ്ടാവില്ല. യുദ്ധം നിലയ്ക്കുകയും ആളുകൾ ആയുധം താഴെ വെക്കുകയും ചെയ്യും. സമൃദ്ധി ആദൻ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്തേതുപോലെ തിരിച്ചു വരും എന്ന് പറഞ്ഞാൽ ഒരു കുല മുന്തിരി കൊണ്ട് ഒരു കൂട്ടം ആളുകൾ ഭക്ഷിക്കും. ഒരു മാതള നാരങ്ങ കൊണ്ട് ഒരു പ്രദേശത്തുള്ള ആളുകൾ മുഴുവൻ കഴിച്ചിട്ട് അതിൻ്റെ തോലൊഴിവാക്കും. ആ തോല് കൊണ്ട് സൂര്യൻ്റെ ചൂട് പോലും തടുക്കാൻ മാത്രം ഉള്ള തോട്, അതിൻ്റെ വലിപ്പം പറയണം, അത്രമാത്രം വലിപ്പമുണ്ടാകും. ആ ഒരവസ്ഥയിലേക്ക് വരും. അന്ന് കാളകൾക്ക് വിലയേറുകയും കുതിരകൾക്ക് വില കുറയുകയും ചെയ്യും. കാരണം കൃഷി നടക്കുകയാണ്. അപ്പോൾ കാളകളെയാണ് ആവശ്യം, യുദ്ധമില്ല. അപ്പോൾ കുതിരയ്ക്ക് വിലയില്ലാത്ത ഒരു കാലത്തിലേക്ക് പോകും. അങ്ങനെ ഓരോ കാര്യങ്ങളും വിശദീകരിക്കുകയാണ്. പിന്നീട് പ്രിയമുള്ളവരെ നമ്മൾ കാണുന്നത്, അതിനുശേഷം ഈ യഅ്ജൂജ് മഅ്ജൂജിൻ്റെയൊക്കെ ഫിത്നകൾ വരുന്നുണ്ട്. അന്ന് ഈസാ നബി അലൈഹിസ്സലാം ആളുകളെയും കൂട്ടി മലമുകളിലേക്ക് ഭയന്നോടുന്നതും പിന്നെ നടക്കുന്ന സംഭവങ്ങൾ ഒരുപാട് ഹദീസുകളിൽ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. അവസാനം പിന്നെ ഈസാ നബി അലൈഹിസ്സലാം 40 വർഷക്കാലത്തെ ഭരണത്തിന് ശേഷം മരണപ്പെടുകയാണ്. മരണപ്പെടുമ്പോൾ ആളുകൾ എന്ത് ചെയ്യുന്നു? സുമ്മ യതവഫ ഫയുസല്ലി അലൈഹിൽ മുസ്ലിമൂൻ, അദ്ദേഹത്തിൻ്റെ മയ്യത്ത് മുമ്പിൽ വെച്ച് മുസ്ലിങ്ങൾ മയ്യത്ത് നമസ്കരിക്കുന്നു. അതിനുശേഷം പ്രിയമുള്ളവരെ, അത് കഴിഞ്ഞാൽ പിന്നെ സിറിയയുടെ ഭാഗത്ത് നിന്ന് ഒരു കാറ്റടിച്ചു വീശുന്ന തണുത്ത കാറ്റ്, ആ തണുത്ത കാറ്റടിച്ചു വീശുമ്പോൾ എല്ലാ വിശ്വാസികളും, ആ കാറ്റ് എവിടേക്ക് എത്തി, എവിടെയുള്ള വിശ്വാസികൾ മുഴുവൻ മരണപ്പെടുകയാണ്. പിന്നെ അവിടെ ബാക്കിയാകുന്നത് വിഗ്രഹാരാധകരായ ആളുകളും അതേപോലെ തന്നെ കഴുതകൾ വ്യഭിചരിക്കുന്നത് പോലെ വ്യഭിചരിക്കുന്ന ആളുകളും, അങ്ങനെയുള്ള മോശമായ ആളുകളായിരിക്കും അധികവും അവശേഷിക്കുക. ആ സമയത്താണ് അന്ത്യദിനം സംഭവിക്കുക എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ദജ്ജാലുമായി വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഏതാണ്ട് ഒരു പകുതിയോളം ഭാഗമാണ്, പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളാണ് നമ്മുടെ ഈ ക്ലാസ്സിൽ സൂചിപ്പിക്കപ്പെട്ടത്. നമ്മൾ കൂടുതൽ പഠിക്കുകയും ഈ വിഷയത്തെ കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്യുക. ഇതുപോലെയുള്ള അറിവിൻ്റെ സദസ്സുകളിൽ വളരെ താല്പര്യത്തോടു കൂടി നമ്മൾ ഓരോരുത്തരും വന്നു ചേരുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഇരുത്തവും അല്ല, അവിടെ മസീഹ് എന്നുള്ളത് ഈസാ നബി അലൈഹി സ്വലാം ഒരു രക്ഷകനാകുന്നു എന്നുള്ള നിലയ്ക്കാണ്. അത് ദജ്ജാലിന് കൊടുത്തിരിക്കുന്ന അതേ അർത്ഥത്തിലല്ല ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ മസീഹ് എന്നുള്ള പ്രയോഗം വന്നിരിക്കുന്നത്. രണ്ട് രൂപത്തിലാണെന്നർത്ഥം. പിന്നെ അത് കൂടുതൽ അതിൻ്റെ വിശദീകരണങ്ങൾ എന്താണെന്നുള്ള അറിയില്ല. എന്തായാലും ഈ അർത്ഥത്തിലല്ല ഒരിക്കലും ഈസാ നബി അലൈഹി സ്വലാമിനെ. സാധാരണ മസീഹ് എന്ന അറബിയിൽ പറയുന്ന ഈ വാക്ക് ക്രിസ്ത്യാനികളൊക്കെ മിശിഹ എന്നുള്ള രൂപത്തിലാണ് പറയാറുള്ളത്. കാരണം ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്നൊക്കെ ക്രിസ്ത്യാനികൾ പറയും. രക്ഷകനായ ഈസാ നബി അലൈഹി സ്വലാം എന്നുള്ള അർത്ഥത്തിലാണ് പ്രയോഗിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം ചോദിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. അതായത് പിന്നെ മദീനയുടെ അപ്പുറത്ത് ഒരു സ്ഥലത്ത് വന്ന്
ദജ്ജാൽ തമ്പടിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സ്ഥലം ഏതാണ് എന്നുള്ളതാണ് ഉത്തരം. കൈ പൊന്തിക്കുക. നമ്മൾ കാണുന്ന ആദ്യ ആൾ പറഞ്ഞ മൂപ്പരാണ് പറഞ്ഞത്, അദ്ദേഹമാണ് പറഞ്ഞത്. ഇൻഷാ അല്ലാഹ്. ഓക്കെ, ജസാക്കുമുല്ലാഹു ഖൈർ, ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ നമ്മുടെ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ നന്മകളെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.